for inviting me for this program. Friends, I am basically an archaeologist. Archaeologist ആവുന്ന അവസരത്തിൽ he has got two important duties. So number one is he is an explorer and he is an excavator also. So exploration and excavation, that is one main duty, like our Harappa, Mohenjo-daro. And I had the privilege of excavating Akbar's Ibadat Khana, the place where he had invited people from all the religions, Hindu, Muslim, Christian, Buddhist, Jews, Jains. And ultimately, he evolved a new religion known as Deen-e-Ilahi. We know about all these things. Then there was a Christian chapel also, which Akbar had built for the fathers who had come from Italy and Spain. That is exploration and excavation. That is number one. Number two is conservation of the monuments. Because just after the freedom of the country, most of our monuments, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിലെ എല്ലാ തരത്തിലുള്ള monuments, historical monuments, they were in a highly ruinous condition. പക്ഷേ കഴിഞ്ഞ 47 മുതലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും സ്റ്റേറ്റ് ആർക്കിയോളജിയുടെയും പ്രവർത്തന ഫലമായി ധാരാളം ക്ഷേത്രങ്ങളും പാലസുകളും കോട്ടകളും അതേപോലുള്ള ചരിത്ര സ്മാരകങ്ങൾ നന്നാക്കി മാറ്റാൻ, ഒരു പുനരുജ്ജീവനം നൽകാൻ, പുനരുദ്ധാരണം ചെയ്യാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ചില സ്ഥലങ്ങളിൽ, പ്രശ്നങ്ങളുള്ള ചില സ്ഥലങ്ങളിൽ they could not do anything because of the terrain, because of the people who were inhabiting it there. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിരുന്നു ഈ ബട്ടേശ്വർ. ബട്ടേശ്വറിന്റെ ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഇൻ ചമ്പൽ വാലി. Chambal Valley means it is infested with dreaded dacoits. You just cannot carry out any kind of work there without getting their express permission. അവരുടെ സമ്മതം ഇല്ലാതെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. And if you encroach into their territory without their permission, the next day your dead body will be hanging from the nearby tree. അടുത്ത വൃക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ ഡെഡ് ബോഡി തൂങ്ങിക്കിടക്കുകയായിരിക്കും. അതേപോലുള്ള സ്ഥലങ്ങളാണ്. അതേപോലെ in Chhattisgarh we have got certain Naxal hit areas. So in all these places in Naxal hit areas, that is in Chhattisgarh, there was a temple known as Samlur temple where I had an encounter with this one Naxal groups. Had a discussion and I was able to convince them also. They took 10,000 rupees from me and then gave me certain facilities also in lieu of that. അതിന് പകരമായി കുറെ അവർ സൗകര്യങ്ങൾ അവർ ചെയ്തു തരികയും ചെയ്തു. But you have to have that kind of negotiating skill. You should be able to convince them. So all these things are there. Then you have to have a social engineering method also. Because this social engineering is a very big important this aspect which every archaeologist should have. ഇപ്പം ഈ ബട്ടേശ്വർ എന്ന സ്ഥലത്താണെങ്കിൽ അവിടെ മുഴുവനും കൊള്ളക്കാരായിരുന്നു. ചമ്പൽ കാടുകളിലെ കൊള്ളക്കാരെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. വെരി ഡ്രെഡഡ് പീപ്പിൾ. അപ്പം അതിലൊരാളായിരുന്നു മാൻസിംഗ് തോമർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ മാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൊള്ളക്കാരനായിരുന്നു. ഇങ്ങനെ ധാരാളം കൊള്ളക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ബട്ടേശ്വർ എന്ന സ്ഥലത്ത്, ബട്ടേശ്വർ എന്ന് പറഞ്ഞാൽ ബഡാ ഈശ്വർ, വലിയ ഈശ്വർ. വലിയ ഈശ്വർ ആരാണ്? അധികവും ഒരുപക്ഷെ ചില ആളുകൾ പറഞ്ഞേക്കാം ശിവനാണ്, വേറെ ചില ആൾക്കാർ പറഞ്ഞേക്കാം വിഷ്ണുവാണ്. പക്ഷേ ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശിവനായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും എല്ലാം അദ്ദേഹത്തിന് കണക്കാണ്. ഇനി മറ്റു വല്ല മതം, മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാം അദ്ദേഹം ഒരേ കാഴ്ചപ്പാടിലൂടെയാണ് ഇതെല്ലാം തന്നെ നോക്കിക്കാണുന്നത്. അപ്പം ഈ ബട്ടേശ്വർ എന്ന സ്ഥലത്ത് 200-ൽ പരം ക്ഷേത്രങ്ങൾ ഒരു ഭാഗത്ത് മാത്രം, അപ്പുറത്ത് വേറെയും ക്ഷേത്രങ്ങളുണ്ട്.
ഒരു 3 കിലോമീറ്റർ ഉള്ളിലായി ധാരാളം ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ഈ ക്ഷേത്രങ്ങൾ വളരെ പരിതാപകരമായി തകർന്നു കിടക്കുകയായിരുന്നു. ഒരു വലിയ ഭൂകമ്പത്തിൽ ഇത് ശത്രുക്കൾ വന്ന ഒരു ഇൻവേഷൻ ആർമി, മുഹമ്മദ് ഗസ്നിയോ മുഹമ്മദ് ഗോറിയോ പോലെ ആർമി വന്ന് അവർ തകർത്തതല്ല. ഇത് വലിയ ഭൂകമ്പത്തിൽ, ഇൻ എ ഹ്യൂജ് earthquake, I mean, the whole temple town had come tumbling down like a pack of cards without telling anybody, without narrating, without telling anybody what had happened. ഇത്രയും ആ ക്ഷേത്രങ്ങൾ തകർന്നു കിടന്നു. വർഷങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക്, സെഞ്ചുറികൾക്ക് ശേഷം, ശതാബ്ദങ്ങൾക്ക് ശേഷം അതിൻ്റെ മുകളിൽ മണ്ണടിഞ്ഞു. ആരും നോക്കാനില്ലായിരുന്നു. അതിൻ്റെ മുകളിൽ വൃക്ഷങ്ങൾ തഴുത്തു വളർന്നു. അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പരിപൂർണമായും മറഞ്ഞുപോയ ഒരു ക്ഷേത്ര സമൂഹങ്ങളെ ഇവരുമായി ബന്ധത്തിൽപ്പെട്ടതിന് ശേഷം, അവരുടെ സമ്മതം വാങ്ങിയതിന് ശേഷം എങ്ങനെ രണ്ടാമത് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതിനിടയിൽ ധാരാളം രസകരമായ ധാരാളം സംഭവങ്ങളുണ്ട്. കൊള്ളക്കാരെ അവർ സഹായിച്ചു. അവരുടെ സഹായത്താൽ ക്ഷേത്രങ്ങൾ ഓരോന്നായി ഉയർന്നു വരാൻ തുടങ്ങി. പക്ഷെ കൊള്ളക്കാർക്കും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. കൊള്ളക്കാരെ കൊല്ലാൻ ഗവൺമെൻറ് തയ്യാറായി. ഗവൺമെൻറ് ഓരോന്നായിട്ട്, പോലീസുകാർ ഓരോന്നായിട്ട് തലവന്മാരെ കൊല്ലാൻ തുടങ്ങി. അത് കൊന്നതിന് ശേഷം പിന്നീട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്കായിരുന്നു. കൊല്ലേണ്ടത് തന്നെയാണ്, കൊല്ലാതിരിക്കാൻ പാടില്ല. കാരണം അവർ എത്രയോ പേരെ കൊല്ലുന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് എനിക്കായിരുന്നു. കാരണം അവരെ കൊല്ലുന്നത് വരെ ഇവരെ പേടിച്ച് അങ്ങോട്ട് വന്ന് മൂർത്തി എന്ന് പറഞ്ഞാൽ ഐഡൽസ് കൊണ്ടുപോകാനും അവിടെ നിന്ന് മൈനിങ് ചെയ്യാനും ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ കൊല്ലുന്നതിന് ശേഷം ഈ മൈനിങ് ലോബി അവിടെ വരാനും they started rampant mining, and this vibration that started, because of the vibration, my temples, conserved temples, that started coming down. I made a complaint to so many people, to the ministers, to the SP, to the district magistrate, to the forest officer. പക്ഷെ ഒരു സ്ഥലത്തു നിന്നും ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടായില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. ഒരു സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ എനിക്കൊരു ലെറ്റർ എഴുതേണ്ടി വന്നു. അന്ന് RSSൻ്റെ, കാരണം മധ്യപ്രദേശ് ഭരിച്ചിരുന്നത് BJP ഗവൺമെൻറ് ആയിരുന്നു. ആ BJP ഗവൺമെൻറ്റിനെതിരായി ആർക്കെങ്കിലും എഴുതണമെങ്കിൽ അത് RSSനായിരിക്കണം. അന്നത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘ് ചാലക്ജി അന്ന് ശ്രീ KC സുദർശൻജി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനൊരു കത്ത് എഴുതി. തങ്ങളുടെ പാർട്ടി ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടിയാണ്. പ്രധാനമായും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതാണ്. ഇവിടെ അന്ന് ഞാൻ 40 ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ടോട്ടലി 80 ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എഴുതുമ്പോൾ 40 ക്ഷേത്രങ്ങളായിരുന്നു. 40 ക്ഷേത്രങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ പാർട്ടിയാണ്, തങ്ങളുടെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ ആ പാർട്ടി ഭരിക്കുന്ന അവസരത്തിൽ മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയുടെയും കാലത്ത് നടന്നതുപോലെ ക്ഷേത്ര ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്ന് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോടു കൂടി, ഒരു അപേക്ഷയോടു കൂടി അദ്ദേഹത്തിന് കത്തെഴുതി. ആ കത്ത് വലിയ ഭൂകമ്പം സൃഷ്ടിച്ചു. കാരണം കുറേ ആളുകൾ എനിക്കെതിരായി. പക്ഷേ അവിടെയുള്ള പത്രങ്ങൾ മുഴുവൻ, എല്ലാ ചാനലുകളും പത്രങ്ങളും, അതേപോലെ കോൺഗ്രസ് പാർട്ടി അവർക്ക് അവരുടേതായ താല്പര്യമുണ്ട്. ഇവരെല്ലാം തന്നെ എന്നെ സഹായിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. ഗവൺമെൻറ്റിന് കൊള്ളക്കാർ ഈ മൈനിങ് ലോബിയെ അമർച്ച ചെയ്യാൻ വേണ്ടി വന്നു. അമർച്ച ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം
പിന്നീട് അന്ന് ഞങ്ങളുടെ മന്ത്രിയായിരുന്ന ശ്രീമതി അംബിക സോണിക്ക് ചീഫ് മിനിസ്റ്റർ എനിക്കെതിരായി ഒരു കത്ത് എഴുതുകയും ഉണ്ടായി. അങ്ങനെ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് മിനിസ്റ്റർ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെതിരായി, ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവൻ്റാണ്, എതിരായി ആ വകുപ്പ് മിനിസ്റ്റർക്ക് എഴുതുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനെതിരായിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. എടുക്കാൻ നിർബന്ധിതരാണ്, പക്ഷേ ചില കാരണങ്ങളാൽ എടുത്തില്ല. അങ്ങനെയുള്ളൊരു ഒരു വലിയ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ലെക്ചർ അല്ല, മറ്റൊരു കഥയാണ്. ആ കഥ അതേ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ എന്തെന്ത് മാറ്റങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ലെക്ചറാണ് ഇന്ന് തരാൻ പോകുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം, അതിൻ്റെ പേര് വേദിബന്ധ. വേദിബന്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദം, കാല്, നമ്മുടെ പാദം, അതിന് 3 പാർട്ടുണ്ട്. ഇതിന് വേദിബന്ധ എന്ന് പറയും. അതിനുശേഷമുള്ള ഭാഗം ജംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലും തുടയുമുള്ള ഭാഗം. കാരണം ഒരു ഹ്യൂമൻ കൺസെപ്റ്റാണ്, ഓർഗാനിക് കൺസെപ്റ്റാണ് എപ്പോഴും ഹിന്ദു മതത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദിബന്ധ ഏറ്റവും താഴെയുള്ള ഭാഗം, പിന്നീട് ജംഗ അതായത് തുട, പിന്നെ വരാന്തിക അതായത് അര, നമ്മുടെ വേസ്റ്റ്, പിന്നെ അതിനുശേഷം ശിഖരാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉത്തരേന്ത്യയിലെ ക്ഷേത്രത്തിൽ കാണാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചും അതോടുള്ള ശരീരഭാഗവും. അതിന് ഏറ്റവും ടോപ്പിലായി കാണുന്നത് അമൽക്കയായിരിക്കും, സ്തൂപവുമായിരിക്കും. അത് നമ്മുടെ തല എന്നാണ് ഹ്യൂമൻ കൺസെപ്റ്റ്. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ചെമ്പൽക്കാടുകൾ. ചെമ്പൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ കാടുകളല്ല, ഇത് ഹ്യൂജ് ഡ്യൂൺസ് ആൻഡ് ഡ്യൂൺസ്, എ മേസ് ഓഫ് ഡ്യൂൺസ് ആൻഡ് ഡ്യൂൺസ്. ഇതേപോലുള്ള ധാരാളം മൺപുറ്റുകൾ ഉണ്ടായിരിക്കും. ഓരോ പുറ്റിൻ്റെയും ഉയരം പലപ്പോഴും 80 100 അടിയായിരിക്കും. ഇതിൻ്റെ ഇടയിലൂടെ അടിപ്പാതകളുമുണ്ട്. ആൻഡ് ദീസ് paths, roads are known to only the dacoit people and people who are familiar with that one. അവിടെയാണ് ഇവരുടെ ആവാസ സ്ഥാനങ്ങളിൽ ഒന്ന്. എപ്പോഴും ഇവർ they would be constantly on the move. They won't stay at one particular place. അപ്പം അതുകൊണ്ട് even if you depute a police group, they will not be able to catch them. Next please. അതിൽ ഒരു പ്രധാനപ്പെട്ട കൊള്ളക്കാരനായിരുന്നു മാൻസിംഗ്. Look at his record. He has done 1112 robberies, 185 murders. That is his record, including the killing of 32 police officers. A huge record. I mean, nobody has been able to beat him. ഇങ്ങനെയുള്ള ധാരാളം കൊള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ദിസ് ഈസ് മോഹർ സിംഗ്. മോഹർ സിംഗ് ഒരു 9 മാസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർക്ക് ഒരു 10 മാസം മുമ്പ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. That the work which was going on in Bateshwar, that has come to a grinding halt. Please resume the work എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഒരു കോപ്പി എനിക്കും അയച്ചു തരികയുണ്ടായി. ഇങ്ങനെയുള്ള ഉഗ്രപ്രതാപികളായിട്ടുള്ള കൊള്ളക്കാരുള്ള സ്ഥലമായിരുന്നു ഇദ്ദേഹം. He surrendered in 1972. While the surrender talk was going on, Mrs. Gandhi was the Prime Minister at that time. She said that if Mohar Singh is ready to surrender, then only I will be accepting the terms of this one agreement. Otherwise, I am not going to. So he surrendered in 1972. Next, please. This is Malkhan Singh, another dacoit, but he had only 100 cases against him. And he also surrendered in 1982 and joined one political party. When that political party lost the game, he joined the other political party. So they were doing it like that. Next, please. This is Pan Singh Tomar. Pan Singh Tomarne കുറിച്ചുള്ള ഒരു ഫിലിം ഉണ്ട്.
ഒരു ഹിന്ദി ഫിലിം ഉണ്ട്. And he was in the army, and he was an Olympian also. And then once he retired from the army, he took to arms. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ. ആൻഡ് ഇദ്ദേഹത്തെ കൊന്നത് ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നായിരുന്നു. ഈ കൊന്നതിന് അദ്ദേഹം അന്ന് SP ആയിരുന്നു, അവിടെ IPS ഓഫീസറായിരുന്നു മിസ്റ്റർ വിജയരാമൻ. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. കാസ്റ്റ് അദ്ദേഹം എഴുതാറില്ലെങ്കിലും അദ്ദേഹം വാര്യർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തെ കൊന്നത്. അന്ന് അദ്ദേഹം ബിൻ മൊറീനയിലെ SP ആയിരുന്നു. അങ്ങനെ ഐ ന്യൂ ഹിം ബിക്കോസ് ഹിസ് വൈഫ് വാസ് വർക്കിംഗ് ഇൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ടൂറിസവും ആർക്കിയോളജിയും അത് എപ്പോഴും ഒന്നായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് അവരെ അറിയായിരുന്നു. അവരിലൂടെ ഞാൻ ഇദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം എനിക്ക് ചില ടിപ്സുകളൊക്കെ അദ്ദേഹം തരികയുണ്ടായി. പക്ഷെ പിന്നെ മറ്റൊരാളുണ്ടായിരുന്നു, ഒരു സറണ്ടർ ഡെക്കോയിറ്റ് ഉണ്ടായിരുന്നു, ലച്ചു സിംഗ് എന്ന് പറഞ്ഞു. ആ ലച്ചു സിംഗ് വാസ് റീഹാബിലിറ്റേറ്റഡ്. സോ ഐ ന്യൂ ഹിം ഓൾസോ. സോ ഐ ഇൻവൈറ്റഡ് ഹിം ടു മൈ ഓഫീസ്, had a long discussion, and he helped us very much. And then there were certain surrender dacoits in the area where I was going to work. So I had a discussion with all those people also. So all of them cooperated. And then we had through the intermediaries, we had a discussion with them. So the first question was, why do you want to conserve this temple? എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ, കാട്ടിൽ കിടക്കുന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് നന്നാക്കുന്നത് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. പറഞ്ഞു, these are government protected monument, so this is the mandate of the government. The second question was, the team is being headed by a Muslim. Why should a Muslim take interest in such things? And that too somebody whose name is Muhammad. Because when you see, hear Muhammad, we are reminded of Muhammad Ghazni and Muhammad Ghori, who had destroyed our temples. So they were told, no, he has got a track record of conserving number of temples. And then we were given permission. So now we can go to that place. They will not harm us in any way. So with this assurance, we went to the place, to see how things are lying down. Next, please. And this is Vijayaraman. When he was on the left side, when he was when he got his this medal, the completed degree. And then and very fortunately, it was he who had shot Ghazi Baba. Who is Ghazi Baba? Ghazi Baba was the mastermind of bombing Indian Parliament House. So it was he who had shot him. Because he was in BSF at that time, in Kashmir range. At that time, he was killed. The Ghazi Baba was killed. So both this one. That way he was quite well known. Vijayaraman. Next, please. This is when this one Pan Singh Tomar was shot dead. Next, please. So this is last 2 years back. I went to Pune because now they are settled in Pune. I went to meet them, both husband and wife. They are, now settled in Pune. Next, please. This is while I was working in Bateshwar, there were 3 groups at that time. One was Nirbhay Singh Gujjar. That was the most strongest group, Nirbhay Singh Gujjar. It was a Gujjar group. It is on the basis of caste. And the second was Ram Babu Gadaria. And then there was a Tokia group also. So all these groups were working there. Next, please. So after getting their permission, when I went to the site, I saw the site like this one. As I told you, in a very powerful earthquake, the entire temple town had come tumbling down without sparing anybody to narrate even the harrowing details of a horror-stricken story. So just look at it. No, the impact of this one, the earthquake was so strong
that no two stones are together. No two stones are together. I have seen hundreds of archaeological sites, but never a site like this one. You can see just, these remains are just lying down like that one. Earlier, because even this also, just look at the backside, it was completely this one, full of trees. And then for the photography, I had to remove all those trees. Otherwise, it was even more horrible. Next, please. This is another frame. You can just see how things are lying down there. And in a huge area, because you have near about a very huge area there, things are just lying like that. And now this is a very good site for a photographer or for a journalist, because they just have to take the photograph and tell the world, and this is the site I have seen. But for an archaeologist, this is a nightmare. ഒരു ദുസ്വപ്നമാണ് അദ്ദേഹത്തിന്. കാരണം now he has to put a tongue. അദ്ദേഹത്തിന് ഓരോ ശിലയിലും ഓരോ നാവ് വെക്കണം. He has to put a tongue in each and every stone and ask him, where were you while the temple was standing? ഈ ഓരോ ശിലയ്ക്കും ഓരോ കഥ പറയാനുണ്ട്. ആ കഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് അല്ല. ഓരോ ശിലയോടും ഓരോ കല്ലിനോടും അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വരും, വേർ വേർ യു, വിച്ച് പാർട്ട് ഓഫ് ദ ടെമ്പിൾ യു ആർ ഓക്യുപ്പൈങ്, ഓൾ ദീസ് തിങ്സ്. ഈ ഓരോ ക്ഷേത്രത്തിനും ഓരോ കല്ലിനും ഓരോ കഥയുണ്ട്, സൗരഭ്യമാർന്നൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അത് ഇന്നത്തെ ക്ഷേത്രം പോലെ രണ്ടാമത് പുനരുദ്ധരിച്ചാൽ പോരാ, മറിച്ച് ഇത് ഏത് കാലഘട്ടത്തിലായിരുന്നോ ആ കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളെ പോലെ അക്കാലത്തുള്ള ഗ്രന്ഥങ്ങൾ നോക്കി പരിശോധിച്ചതിന് ശേഷം അതേ രൂപത്തിൽ പടുത്തുയർത്തുക എന്നത് പറഞ്ഞാൽ അതൊരു വലിയ ചാലഞ്ചാണ്, ജീവിതത്തിലെ ചാലഞ്ചാണ്. ഇതേവരെ ആരെങ്കിലും ഇതേ തരത്തിലുള്ളൊരു ചാലഞ്ച് ഇതേവരെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പല ട്രാവൽ റൈറ്റേഴ്സും പറയുന്നത്. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ജിഗ്സോ പസിൽ ഇൻ ദ വേൾഡ് എന്നാണ് ഒരു ബ്രിട്ടീഷ് ട്രാവൽ റൈറ്റർ അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ്, ദ ബിഗ്ഗസ്റ്റ് ജിഗ്സോ പസിൽ, കെവിൻ സ്ട്രേഞ്ച്, ഹി ഈസ് എൻ ഇംഗ്ലീഷ് ട്രാവൽ റൈറ്റർ ആൻഡ് ഫോട്ടോഗ്രാഫർ. By seeing the site, the photographs, he said, this is the biggest jigsaw puzzle I have ever seen in the world. So your duty is now, what we are going to do is the interesting thing. What we are going to do is, we are now going to conserve this temple. We are going to പുനരുദ്ധരിക്കാൻ പോവുകയാണ് ഈ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളെ. 80-ൽ പരം ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അതേ രൂപത്തിൽ പുനരുദ്ധരിക്കാൻ പോകുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രത്തിന്റെ ലെഫ്റ്റിലിരിക്കുന്ന ക്ഷേത്രത്തിന്റെ this one, the external portion has already fallen down. The internal thing may come down any moment. Next please. Next please. എപ്പോഴും ഒരു ക്ഷേത്രം അതല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് എടുക്കുന്ന അവസരത്തിൽ അത് നന്നാക്കണമെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ഗേറ്റ് എവിടെയെന്നാണ് ഞങ്ങൾ ആദ്യം നോക്കാറുള്ളത്. ഇവിടെയും എൻട്രൻസ് ഗേറ്റ് എവിടെയാണെന്ന് പല സ്ഥലത്തും നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്ഥലം, ഇവിടെ ചെറിയൊരു പില്ലർ ബേസ് ഉണ്ട്. ഈ പില്ലർ ബേസിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അതിന് പറഞ്ഞു തരാൻ കഴിയും ഈ ക്ഷേത്ര കവാടം എവിടെയാണ് എന്നുള്ളത്. അപ്പം കാരണം ആസ് ഐ സെറ്റ്, യു ഹാവ് ടു ആസ്ക് എവറി സ്റ്റോൺ. കാരണം they have got certain beautiful perfumed secrets are there. So he said that this is the entrance gate. If it is the entrance gate, where is the pillar? This is the pillar base. But where is the pillar? ആ പില്ലർ ഇവിടെയുണ്ട്.
ആ പില്ലർ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഫലക എന്ന് പറയുന്ന ആ കല്ലെവിടെ? ദാറ്റ് ഈസ് ലൈങ് ഹിയർ. വേർ ഇസ് ദ ക്രൗണിങ് സ്റ്റോൺ? ഏറ്റവും മുകളിലുള്ള ദാറ്റ് ഈസ് ലൈങ് ഹിയർ. Nobody had the courage to lift anything from here. ആർക്കും ഇവിടുന്ന് ഒരു സാധനങ്ങൾ കട്ടുകൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് കൊള്ളക്കാരുള്ളത് കൊണ്ട് മാത്രം സംരക്ഷിക്കപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രവേശന കവാടം, ഒരു ഗോപുരവാതിൽ ഒരു കല്ലുകൊണ്ട് ഒരു തൂണുകൊണ്ട് മാത്രം നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗം മുഴുവനും പരിധി നോക്കി, അവിടെ ഞങ്ങൾക്കത് കിട്ടിയില്ല. നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ദൈവത്തോട് ചോദിക്കും, ഈശ്വര സഹായിക്കണേ, ചോറ്റാനിക്കര ഭഗവതി ഒരു ഉപായം പറഞ്ഞു തരണേ. പക്ഷെ ഒരു ആർക്കിയോളജിസ്റ്റ് അങ്ങനെയല്ല. ഹീ ലുക്സ് ഡൗൺ. അവൻ ഇതേ ക്വസ്റ്റ്യൻ ഭൂമിയോടാണ്, ഭൂമി അമ്മയോടാണ് ചോദിക്കുക. സോ ഐ മെയ്ഡ് എ സ്മോൾ എക്സ്കവേഷൻ ഹിയർ. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ അവിടെ മറ്റൊരു പില്ലർ ബേസും കൂടി ഇതേപോലെ കിട്ടുകയുണ്ട്. So that is something. So now you have two pillar bases, one here and one. Where is the pillar? Next please. Yes, you have the pillar also. Now what you have to do is, you have to join them together. Now your this one, I mean your profile changes. Now you have to do the work like a knee surgeon. മുട്ടിൻ്റെ ചിരട്ട മാറ്റി വെക്കുന്ന ഒരു വൈദ്യനെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കണം. ആൻഡ് ഫോർ ദാറ്റ്, ഫോർ ജോയിനിങ് ദം ടുഗദർ, യു ഹാവ് ടു ബോർ എ ഹോൾ ഹിയർ. ഇവിടെയും ഒരു കുഴി കുഴിച്ച് രണ്ടിനെയും ഒരു സ്റ്റീലും അരൾഡൈഡും വെച്ച് ഉയർത്തണം. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഇവിടെ നോക്കാം. ദിസ് ഈസ് എ ജോയിനിങ് പോയിന്റ്. And here also you have a joining point. Next please. And now the other one is also there. Now both of them are standing. Now here you have got 4 temples. 1, 2, 3, 4. And the condition is sagging. So what you have to do is, you have to record it properly, bring them down, give a very strong foundation. ഇത് എല്ലാം അവിടുന്ന് ഈ ക്ഷേത്രങ്ങൾ ഓരോന്നായി ഒരു ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ ഓരോന്നായി താഴോട്ട് കൊണ്ടുവരണം, കീഴോട്ട് കൊണ്ടുവരണം. അതിനുശേഷം give a very strong foundation, then re-erect them as it was. Excuse me. So re-erect them as it was. അങ്ങനെ കാരണം so that for the next, I mean you have to give a very strong foundation so that for the next 5,000, I mean next 3,000, 4,000 years, nothing should happen to this temple. അപ്പം ഇതിന് അവർ ഞങ്ങൾക്ക് സമയം തന്നത് 4 മാസമായിരുന്നു. കാരണം അവർക്കൊരു സാമ്പിൾ വർക്ക് കാണണം. അതിനുശേഷം മാത്രമേ മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് സമ്മതം തരികയുള്ളൂ. അപ്പോൾ അത് 4 മാസം ആകാനായിട്ടുണ്ട്. അതിന് മുമ്പ് ഈ വർക്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അതിനുള്ള പരിശ്രമം തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. Just see a complete transformation, a complete transformation. The pillar that was fallen, the pillar that was broken, the pillar that was in fragments, all of them are now standing hale and this one hearty. They are standing in a very good condition now. So this is after the 4th month, they came. കൊള്ളക്കാർ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന അവസരത്തിൽ അവർ എപ്പോഴും ഒരു പൈലറ്റ് മുമ്പിലുണ്ടായിരിക്കും. അദ്ദേഹം ഈ ക്ഷേത്രങ്ങൾ പുതുക്കി ചേർത്ത ക്ഷേത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി.
അത്ഭുതം തോന്നിയത് കൊണ്ട് തന്നെ അവർ വിളിച്ചു പറഞ്ഞു, ഇവിടുന്ന് വിളിച്ചു സർദാറിനോട്, സർദാറാണ് എൻ്റെ ഏറ്റവും വലിയ ക്യാപ്റ്റൻ, അദ്ദേഹത്തിനോട് വിളിച്ചു പറഞ്ഞു, സർദാർ യത് ചമത്കാർ കാ കാം ഹൈ, ഇത് അത്ഭുതങ്ങളിലാണ് ഇവരിവിടെ വിളയിച്ചിരിക്കുന്നത് എന്ന്. നിർഭയ് സിംഗ് ഗുജ്ജർ കെയിം, ഹീസോ, പുഞ്ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ പുഞ്ചിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എത്രയോ ആളുകളെ കൊന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇളിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം പറഞ്ഞു, ഇത് ചമത്കാർ കാ കാം ഹൈ, ഇത് അത്ഭുതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. സോ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ അസ്. കാരണം ബിക്കോസ് നൗ യു ക്യാൻ ഡു ദ വർക്ക് വെരി വെൽ. സോ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ മീ. Next, please. So, on the left side, this is how you had seen, and on the right side, this is how we have done it. Now we have completed the work. So, this is just a preface, this is just the beginning. And most of these temples were mostly Shiva temples. That is 60% Shiva temple and 40% Vishnu temple. So Shiva temple would be having, Shiva would be having Jada Maguda. So it is said Jadi, Charmi, Shikandi cha Sarvanga Sarvabhavana, Harishcha Harinachascha Sarvabhuda Haraprabhu. Sarvabhuda Haraprabhu means it is ultimately he who destroys everything. Ellatineyum നശിപ്പിക്കുന്നത് ശിവനായിരിക്കും. And then ശാശ്വതം ശിവമച്യുതം. അതിനുശേഷം ലോകത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ശിവൻ മാത്രമായിരിക്കും. ശാശ്വതം ശിവമച്യുതം. അപ്പം ഏറെ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളായിരുന്നു. പക്ഷേ 40% വിഷ്ണു ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രത്തെ ലെഫ്റ്റിൽ അതിന് മുൻഭാഗം തകർന്നു കിടക്കുന്നുണ്ട്. കീഴെ നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിലുള്ള അമൽക്ക എന്ന് പറയുന്ന ഭാഗം, അത് ഇറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഉള്ളിൽ പ്രതിഷ്ഠ ഒന്നുമില്ല, കാണാനില്ല. അപ്പോൾ ശിവക്ഷേത്രമാണോ വിഷ്ണു ക്ഷേത്രമാണോ എന്ന സംശയം. പക്ഷെ ഒരു ആർക്കിയോളജിസ്റ്റിന് അദ്ദേഹത്തിൻ്റെതായ ചില നിഗമനങ്ങൾ ഉണ്ടായിരിക്കും. ആ നിഗമനങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് സിക്സ്ത് സെൻസും വർക്ക് ചെയ്യും. പിന്നെ ചില പ്രത്യേക ടിപ്സിലൂടെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഞാൻ നോക്കിയത്, പൊതുവെ ആളുകൾ നോക്കാത്ത ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ. ദർ ഇസ് എ സ്മോൾ സ്ലോട്ട്. ഇത് റെക്ടാങ്കുലർ ആണ്. റെക്ടാങ്കുലർ ആയാൽ അത് എനിക്ക് അറിയാൻ കഴിയും. അവിടെ പിന്നെ റെക്ടാങ്കുലർ ആണെങ്കിൽ അതിനർത്ഥം ഇത് ശിവക്ഷേത്രമാണ്. അതെന്താണ്? കാരണം റെക്ടാങ്കുലർ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഒരു നന്ദി സ്ഥാനം ഉണ്ടായിരിക്കും. ആ നന്ദി സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ റെക്ടാങ്കുലർ ആയിട്ടുള്ളത്. സ്ക്വയർ ആണെങ്കിൽ അത് വിഷ്ണു ധ്വജയ്ക്ക് വേണ്ടിയായിരിക്കും, അത് വിഷ്ണു ക്ഷേത്രമായിരിക്കും. അപ്പം ഞാൻ അതിനു വേണ്ടിയുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചു. വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം. അദ്ദേഹത്തിൻ്റെ വാഹനം വൃഷഭോ, അദ്ദേഹത്തിൻ്റെ വാഹനം വൃഷഭമാണ്, അതായത് നന്ദിയാണ്. വാസുകി കണ്ഠഭൂഷണം, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വാസുകി എന്ന സർപ്പമാണ് ഇരിക്കുന്നത്, ആഭരണമായിരിക്കുന്നത്. വാമേ ശക്തിധരം ദേവ വാകാരായ നമോ നമ. ഈ മന്ത്രം സദാക്ഷര മന്ത്രം ഉച്ചരിച്ച് ഒന്ന് വലയം ചെയ്ത് പ്രദക്ഷിണം ചെയ്തു. താഴ്ഭാഗത്തൊരു സ്ലോപ്പുണ്ട്. ആ സ്ലോപ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെ എന്നെയും പ്രതീക്ഷിച്ച് കഴിഞ്ഞ 1200 വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു ചെറിയ വളരെ ബ്യൂട്ടിഫുൾ ക്യൂട്ട് നന്ദി വാസ് വെയിറ്റിംഗ് ഫോർ മീ, as if he was waiting for me for the last 1200 years. അവിടെ നിന്ന് ആ നന്ദിയെ ആചാരോപചാരങ്ങളോടുകൂടി പൊക്കിയെടുത്ത് ഈ സ്ലോട്ടിൽ വെച്ച് നോക്കിയപ്പോൾ there he was sitting, very perfectly sitting. Next please. ക്ഷേത്രം പുനരുദ്ധരിച്ചു കഴിഞ്ഞു. പക്ഷെ നന്ദിയെ എവിടെയെന്നൊരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കണം.
Next, please. Oh, there, I mean, the Nandi sits. Beautifully he sits. And just see, what is he doing? His eyes are very sharp, ears are very attentive. What is he looking? He is looking at Kailash. There Shiva and Parvati, they are sitting there. And the mantra of Om is coming from there. He is listening to that mantra. What is Om? Adya mantramanu Om. What is Om? Om Tad Brahma. Om Tad Vayu. Om Tad Atma. Om Tat Satyam. Om Tat Sarvam. So Om is everything. And he is looking at that Om. He is hearing, listening to that Om. That Om is going into the Gomukh, that is his mouth. And then it is exiting through his ears. That is why if you go to some of the old places, even now, the ladies would not be going to that place, to the Shiva, without taking a pradakshina of Nandi. So Nandi, they will take the pradakshina, inhale that Om which is coming from Kailash, because he is the right media for that one. അദ്ദേഹം ഇല്ലെങ്കിൽ ആ മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ഓം നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയില്ല. അതിനുശേഷം he would be, I mean, one can go to Lord Shiva. Next, please. Just look at it. The two. Next, please. ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഈ രൂപത്തിലായിരുന്നു കണ്ടിരുന്നത്. Next, please. എൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഈ മൂന്നും അതിമനോഹരമായി പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായി മൂന്ന് ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. ഇനി ഈ ക്ഷേത്രങ്ങൾക്കും ഒരു 2000-3000 വർഷത്തോളം ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻസ് പടുത്തുയർത്തിയത്. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് how on the left side how you had seen it and how we have made it. Next, please. ഈ ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോ കണ്ടാൽ തോന്നും ഇത് ഏതോ ഇംഗ്ലീഷ് ഹൊറർ സ്റ്റോറിയുടെ ഡ്രാക്കുല പോലുള്ള ഫിലിമിൻ്റെ സെറ്റാണോ എന്ന് തോന്നിക്കും. കാരണം ക്ഷേത്രങ്ങൾ തകർന്നു കഴിഞ്ഞുകൊണ്ട് വെറും ഗർഭഗൃഹം മാത്രമാണ് നിൽക്കുന്നത്. ആൻഡ് അവർ പീപ്പിൾ സ്റ്റാർട്ടഡ് വർക്കിംഗ്. നെക്സ്റ്റ് പ്ലീസ്. അത്ര മനോഹരമായിട്ട് ഇത് മാറ്റാൻ കഴിഞ്ഞു. എ തിങ് ഓഫ് പെർഫെക്റ്റ് ബ്യൂട്ടി ആൻഡ് അബ്സല്യൂട്ട് ഫിനിഷ്. ആബ്സല്യൂട്ട് ഫിനിഷ്. ഇത് ഇങ്ങനെയാക്കി മാറ്റാൻ കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇടത്ത് ഭാഗത്ത് നമുക്ക് ക്ഷേത്രം, തകർന്ന ക്ഷേത്രവും വലത്ത് ഭാഗത്ത് പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രം. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രത്തെ ഈ മരം, ഈ ആൽമരം വിഴുങ്ങിക്കഴിഞ്ഞു. ആൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ട്രീ ഹാസ് ഗോൺ ത്രൂ ദ റിബ്സ് ഓഫ് ദ ടെമ്പിൾ. ഈ ക്ഷേത്രത്തെ രക്ഷിക്കാൻ മറ്റു യാതൊരു മാർഗവുമില്ല. ഈ മരത്തെ മുറിക്കേണ്ടി വരും, അല്ലാതെ യാതൊരു there is no other way. But you just cannot, as per our agamas, you just cannot cut down a tree like that. You have to seek the permission of the tree. Namaste vriksho kshamandu. You have to seek his pardon. അദ്ദേഹത്തിൻ്റെ ക്ഷമ യാചിക്കേണ്ടിയിരിക്കുന്നു. Not only from the tree but also from the birds who are sitting over that one. You have to tell those birds also, Anyartha vasam parikalpayantu. You migrate from this tree to some other habitable tree. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വസിക്കാൻ കഴിയുന്ന മറ്റേതോ ഒരു വൃക്ഷത്തിലേക്ക് മാറൂ പക്ഷികളെ എന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കീടമക്കൂട, അതായത് ഏറ്റവും സ്മോൾ ഇൻസെക്ട്സ്, യു ഹാവ് ടു സീക്ക് ദെയർ പെർമിഷൻ ഓൾസോ. ഇങ്ങനെയുള്ള ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. സോ വെൻ ഐ after seeking their permission, when I cut down the tree, the whole temple fell down. And then I had to rebuild it right from the scratch. Next, please. And this is another case. Again,
You can just see that the tree is pressing down and the roots have penetrated through these rifts of the temple. Next, please. ഈ ക്ഷേത്രം പുനരുദ്ധാരണം തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഉയർന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. കുറെ കൂടി ഉയരത്തിലെത്തിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. Now this is completed. It's a min fresh temple now. 1200 വർഷം പഴക്കമുണ്ടെങ്കിലും ഒരിക്കലും തന്നെ ആ പഴക്കം തോന്നിക്കാത്ത രൂപത്തിൽ ഇതിന് ഒരു പുനർജീവൻ നൽകാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്നായി ഒരു പുനരുജ്ജീവനത്തിന് കിട്ടാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. Just compare it how you had seen it earlier and what we have made now. Next please. ഈ ക്ഷേത്രത്തിൻ്റെ ഈ മുകൾ ഭാഗത്തിലൂടെ ഞാൻ നടന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാലടിയിൽ, എൻ്റെ ഷൂസിൻ്റെ അടിയിൽ നിന്ന് എനിക്കൊരു 4ഓളം ക്ഷേത്രങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. ഈ ക്ഷേത്രം ഇതേപോലെ സംരക്ഷിച്ചു. ഈ ഡബ്രിയിൽ നിന്നാണ് ഈ 1, 2, 3, 4 ഈ 4 ക്ഷേത്രങ്ങളും രണ്ടാമത് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. ഒന്ന് വീണ്ടെടുക്കണം, ഒന്ന് എക്സ്കവേറ്റ് ചെയ്ത് പുറത്തെടുക്കണം. ആ എക്സ്കവേറ്റ് ചെയ്തതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം പുനരുദ്ധാരണം നടത്തണം. നെക്സ്റ്റ് പ്ലീസ്. ക്ഷേത്രത്തിൽ ആദ്യം വർക്ക് തുടങ്ങിയ അവസരത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര വെള്ളം കിട്ടാനുണ്ടായിരുന്നില്ല. വെള്ളത്തിന് പുറത്ത് ഗ്രാമത്തെ ആശ്രയിക്കേണ്ടിയിരുന്നു. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം അതിനു വേണ്ടി, വെള്ളത്തിന് വേണ്ടി ഈ ഭാഗം കുഴിച്ചപ്പോൾ, നെക്സ്റ്റ് പ്ലീസ്, ഇവിടെ നിന്ന് 3 ക്ഷേത്രങ്ങളും ഇഷ്ടം പോലെ കോപ്പിയസ് എമൗണ്ട് ഓഫ് വാട്ടർ ഇവിടുന്ന് കിട്ടുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. Next please. Next. ഈ ഭാഗം കുഴിച്ചപ്പോൾ ഇവിടുന്ന് ഇഷ്ടം പോലെ വെള്ളം കിട്ടുക, ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് ഇവിടെ കിട്ടിയത്. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് സീ. ഇത്രയും വെള്ളം, അതായത് ഒരു മരുഭൂമി പോലെയാണ് ഗോളിയോറിൻ്റെ ഭാഗങ്ങൾ. ഇത്രയും വെള്ളം ആ സ്ഥലത്ത് നിന്ന് കിട്ടിയപ്പോൾ കൊള്ളക്കാർക്കും അത്ഭുതമായി. അവരുടെ അഭിപ്രായം, മൻ ചങ്കാഹത്തു കട്ടോത്തി മേ ഗംഗ, മനസ്സ് ശുദ്ധമാണെങ്കിൽ ഗംഗാനദി ഉമ്മറത്ത് പിറക്കും എന്നായിരുന്നു അവരുടെ കമന്റ്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തകർന്നടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, all the fragments are lying down, ഒരു വലിയ ക്ഷേത്രം ഇതേപോലെ പടുത്തുയർത്താൻ കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇത്രയും ഉയർന്നു കഴിഞ്ഞു. നെക്സ്റ്റ്. ഇവിടം വരെ എത്തി. നെക്സ്റ്റ്. Just see what a beautiful 3 temples. തകർന്നു കിടക്കുന്ന ഈ 3 ക്ഷേത്രങ്ങൾ. Look at this one. I mean the carving work of beautiful carving work of these temples. വളരെ മനോഹരമായിട്ടുള്ള കാർവിംഗ് വർക്കുകളാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് പ്ലീസ്. You can just compare this photograph with this one. Next please. Next. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് തികച്ചും ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി 6 ക്ഷേത്രങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അതിലേക്കുള്ള ഒരു ചെറിയ ടിപ്പ് ഉണ്ടായിരുന്നു, ചെറിയ ലീഡ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഒരു പടവുകളുണ്ട്. അനദർ പടവ് ഹിയർ, സ്റ്റെപ്സ്, ദാറ്റ് മീൻസ് യു ഹാവ് എ ടെമ്പിൾ ഹിയർ. പക്ഷെ ക്ഷേത്രങ്ങളില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആൻഡ് ദർ വെർ ട്രീസ് ഓൾസോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റിമൂവ് ദ ട്രീസ്. നെക്സ്റ്റ് പ്ലീസ്. ക്ഷേത്രം ആ മരം മുറിച്ചു മാറ്റി. So here, I mean, you have that steps, and you are going to get 6 temples here. And with these fragments, you have to construct. And just behind, you have got 8 temples. And here, you will be getting 6 temples. Now, these 3 terraces, you are going to get 20 temples. അത്ഭുതം തോന്നും. ഈ മാജിക് നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മുമ്പിലാണ്. നെക്സ്റ്റ് പ്ലീസ്. വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ്. ഒരു ക്ഷേത്രം മെല്ലെ ഉയർന്നു വന്നു. നെക്സ്റ്റ് പ്ലീസ്. 2 ക്ഷേത്രങ്ങൾ അതിൻ്റെ അസ്ഥിപഞ്ജരങ്ങൾ യോജിപ്പിച്ചു വെച്ചപ്പോൾ 2 ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. നെക്സ്റ്റ് പ്ലീസ്. Compare this photograph with these 2 photographs. Next please. ഞാൻ നിങ്ങളോട് 6 ക്ഷേത്രങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു. അത് 3-ാമത്തെ ക്ഷേത്രവും നിങ്ങളുടെ കൺമുമ്പിൽ ഉയർന്നു കഴിഞ്ഞു. ഗ്രീക്ക് മൈത്തോളജിയിലും ചൈനീസ് മൈത്തോളജിയിലും ഫിനിക്സ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. മരിച്ച് മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചാരത്തിൽ നിന്ന് ഉയർത്ത് വിഹായുസിന്റെ വക്ഷസ്സിലേക്ക് പറന്നുയരുന്ന ഒരു പക്ഷിയെക്കുറിച്ചുള്ള അതൊരു കാൽപ്പനിക പക്ഷിയാണ്. അതേപോലെ സ്വന്തം ശരീരത്തിൽ നിന്ന് സ്വന്തം മരിച്ച് മണ്ണായതിനു ശേഷം ആ ചാരത്തിൽ നിന്നും ഉയർന്നെഴുന്നേൽക്കുന്ന ക്ഷേത്രങ്ങളാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് ക്ഷേത്രങ്ങളുടെ പുനർജന്മത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. ആ തരത്തിൽ അതിമനോഹരമായ ക്ഷേത്രങ്ങൾ. ലുക്ക് അറ്റ് ദിസ് വൺ. ഐ മീൻ സിമെട്രി, ഇറ്റ്സ് ബാലൻസ്, ഇറ്റ്സ് പ്രൊപ്പോർഷൻ ഓഫ് ദീസ് ടെമ്പിൾസ്. ബ്യൂട്ടിഫുൾ ടെമ്പിൾസ്. നെക്സ്റ്റ് പ്ലീസ്. 4. നെക്സ്റ്റ് പ്ലീസ്. 5. Next please. 6 temples, they are standing now again hale and hearty right before you. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? തകർന്നടിഞ്ഞ വൃക്ഷങ്ങൾ മാത്രം നിൽക്കുന്നു. ആ ഫ്രാഗ്മെന്റ്സ് തുന്നിക്കൂട്ടിയാണ്. ഒരു തയ്യൽക്കാരനെ പോലെ ആ ഫ്രാഗ്മെന്റ്സ് തുന്നിക്കൂട്ടിയാണ് ഈ 6 ക്ഷേത്രങ്ങളും നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. And look at this, I mean, each stone that has gone into the creation of it. So each stone is very well conceived, beautifully conceived. And then cut and polished like a sparkling diamond. ഒരു രത്നത്തെ പോലെ അതിമനോഹരമായിട്ട് ഓരോ പാകങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. And then the sparkling diamond, it was crafted into second one, second into third one, third one into fourth one. And then the whole thing is brought into a very brilliant culmination to make it an enchanting musical note. ഒരു അതിമനോഹരമായൊരു ഗാനം പോലെയാണ് ഓരോ ക്ഷേത്രവും നിൽക്കുന്നത്. ഒരു കവിതയെ പോലെയാണ് ഓരോ ക്ഷേത്രവും നിൽക്കുന്നത്. അതിമനോഹരമായിരുന്നു. 6 ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. അതിൻ്റെ പിറകിലുള്ള വശം നോക്കൂ. അതും എത്ര മനോഹരമാണ്. ഒരു 6 ഡാൻസർമാർ, ഡാൻസ് സ്ത്രീകൾ നിൽക്കുന്നത് പോലെയാണ് ഈ 6 ക്ഷേത്രങ്ങളും സ്വന്തം കുഴിമാടത്തിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് കമ്പയർ നൗ ദ ലെഫ്റ്റ് ഫോട്ടോഗ്രാഫ് വിത്ത് ദ റൈറ്റ് ഫോട്ടോഗ്രാഫ്. ഇതേപോലൊരു സൈറ്റ് ഒരിക്കലും ഒരു ആർക്കിയോളജി സൈറ്റിൽ നിന്ന് ഒരിക്കലും ഒരാളും കാണുകയില്ല.
അതും ഇത്രയും അഡ്വേഴ്സ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസുകളിൽ. നെക്സ്റ്റ് പ്ലീസ്. ദിസ് കെവിൻ സ്ട്രാഞ്ച് പറയുന്നത് അത്ഭുതപ്പെട്ട് പറയുകയാണ്, ദിസ് മസ്റ്റ് ഗോ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആർക്കിയോളജിക്കൽ പ്രൊജക്ട്സ് ഇൻ ഹിസ്റ്ററി. ദിസ് മസ്റ്റ് ഗോ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആർക്കിയോളജിക്കൽ പ്രൊജക്ട്സ് ഇൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മാത്രമല്ല, ഹിസ്റ്ററിയിൽ, ലോകത്തിൻ്റെ ഹിസ്റ്ററിയിൽ ദിസ് ഷുഡ് ഗോ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആർക്കിയോളജിക്കൽ പ്രൊജക്ട്സ് ഇൻ ഹിസ്റ്ററി എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇനി ഇതിൻ്റെ പിറകിലുള്ള ക്ഷേത്രങ്ങളാണ് 8 ക്ഷേത്രങ്ങൾ. നെക്സ്റ്റ് പ്ലീസ്. ഒന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8 ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ, കണ്ണിന് മുമ്പിലാണ് ഇത് ഉയർന്നു വന്നത്. ഇനി ഈ ഭാഗം കൂടി നന്നാക്കണം. നെക്സ്റ്റ് പ്ലീസ്. It has come up. Next please. എത്ര മനോഹരമായിരിക്കുന്നു. സാക്ഷാൽ ശിവനും പാർവതിയും ലോകത്തിലേക്ക് ഇറങ്ങി വന്നാൽ എന്നോട് പറയും, മുഹമ്മദേ, ഈ ക്ഷേത്രത്തിൽ കുറച്ച് ദിവസമെങ്കിലും താമസിക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കണമേ എന്ന് പറയും. അത്ര മനോഹരമായ ക്ഷേത്രങ്ങളിൽ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തന്നെ പലപ്പോഴും ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കവി പറഞ്ഞതുപോലെ പുഷ്പപാതുകം അഴിച്ചു വെച്ചു നഗ്നപാതനായി നടക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ചോദിച്ചു പോകും, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമായി ഇത് മുഴുവനും മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ ക്ഷേത്രാങ്കണങ്ങളായിരുന്നു ഇത്. ഇന്നത് ആരെയും ഭാവഗായനാക്കുന്ന ആത്മസൗന്ദര്യത്തിൻ്റെ ഉറവിടമായ ക്ഷേത്രങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. നെക്സ്റ്റ് പ്ലീസ്. ക്ഷേത്രത്തിൻ്റെ പിറകിലുള്ള ഈ ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്താൽ ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഈ 3 ക്ഷേത്രങ്ങൾ, നെക്സ്റ്റ് പ്ലീസ്, അത് 3 നന്നാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. 6 ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ രണ്ടാമതും ഉരുത്തിരിഞ്ഞിരിക്കുന്നു. ഇത് 3 ടെറസുകളിലായിട്ടാണ്. നെക്സ്റ്റ് പ്ലീസ്. 1, 2, 3, 4. ഈ ഭാഗം ഉദ്ഘാടനം ചെയ്താൽ ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും, എല്ലായിടത്തും കിട്ടും. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഈ ഭാഗം തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടും. ഈ ക്ഷേത്രങ്ങളാണ് ഇനി നമുക്കുള്ളത്. മൂകത നീല തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത വേദിയിൽ നിർനിമേഷനായി ഞാൻ കുറേ നേരം നിന്നു. ആദ്യം ഈ സ്ഥലം കണ്ടപ്പോൾ നിർനിമേഷനായി. കാരണം ഇനിയൊരിക്കൽ വരാവണ്ണം മറഞ്ഞു പോയൊരു സുവർണയുഗത്തിൻ്റെ ഓർമ്മകളായിരുന്നു ഈ ക്ഷേത്രങ്ങൾ ഒതുക്കിയിരുന്നത്. ഈ ക്ഷേത്രങ്ങൾ ഇത്ര മനോഹരമായി സംരക്ഷിക്കാനും അതേപോലെ തന്നെ ആ പഴയ കാലഘട്ടത്തിലേക്ക്, ആ സുവർണയുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ഒരു കാലത്ത് വിശ്വസംസ്കാരത്തിൻ്റെ മഹാശില്പികൾ വരെ നിന്ന് വിയർത്ത വിസ്മയം കൊണ്ട ഒരു ക്ഷേത്ര സമൂഹമായിരുന്നു ഇത്. അത് രണ്ടാമത് അതേ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു എളിയ ശ്രമം നടത്തുകയുണ്ടായി. ഭാഗികമായി അതിൽ വിജയിക്കുകയും ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ആ ക്ഷേത്രങ്ങൾ ഇത് ഇന്ന് ഇങ്ങനെയാക്കി മാറ്റിക്കഴിഞ്ഞു. 8 ക്ഷേത്രങ്ങൾ. ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അതേ കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ 8 ക്ഷേത്രങ്ങൾ ഇതേ രൂപത്തിലാക്കി മാറ്റിയത്. നെക്സ്റ്റ് പ്ലീസ്. ജസ്റ്റ് കമ്പയർ ദിസ് ലവ് ഫോട്ടോഗ്രാഫ് വിത്ത് ദിസ് വൺ. നെക്സ്റ്റ് പ്ലീസ്.
അതേപോലെ തന്നെ ഈ തകർന്നു കിടക്കുന്ന ഈ മൂകത നീലത്തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത വേദിയിൽ വിശ്രമിക്കുന്ന ഓരോ അസ്ഥിപഞ്ജര ഈ ശിലകളും എടുത്തുകൊണ്ട് രണ്ടാമത് പെറുക്കിയെടുത്തുകൊണ്ട് and we have been able to reconstruct it. How we could do it? Next please. ഇതേപോലെ അതിമനോഹരമായി ഈ ക്ഷേത്രങ്ങളെന്നെല്ലാം തന്നെ തകർന്ന് ഭൂമിക്കടിയിലേക്ക് വിശ്രമിക്കുകയായിരുന്നു. ആ ശിലകളുടെ അസ്ഥിപഞ്ജരം പെറുക്കിയെടുത്താണ് രണ്ടാമത് ഒരു ക്ഷേത്രം മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ പുതിയ ക്ഷേത്രങ്ങളാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇന്നൊരു there is a traffic jam of temples now. There is a traffic jam of temples. Next please. Next please. Next. ഇത് കണ്ടത് ഒരു വശമായിരുന്നു. ഇതിൻ്റെ മറ്റൊരു വശത്ത് ഇതേപോലെ ക്ഷേത്രങ്ങൾ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ യു വിൽ ബി ഗെറ്റിംഗ് ദ ബൗണ്ടറി വാൾ ആൻഡ് ദിസ് ഡിപ്രഷൻ ദെയർ യു വിൽ ബി ഹാവിങ് ദിസ് സ്റ്റെയർ കേസസ്. അതേപോലെ സ്റ്റെയർ കേസ് ഇവിടെ കിട്ടി, ഇവിടെ കന്മതിലും കിട്ടി. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ ദിസ് now almost all the lower group of this one people, dacoits, they started coming, helping us, working with us. ഇതിൻ്റെ ഏറ്റവും സർദാർ, ഏറ്റവും ടോപ്പിലുള്ള ആൾ മാത്രം അദ്ദേഹം പിന്നെ നെഗോഷിയേഷൻ നടത്തുകയായിരുന്നു, സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഹി ഡിഡ് നോട്ട്, അദ്ദേഹം മധ്യപ്രദേശിൽ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഉത്തർപ്രദേശിൽ അദ്ദേഹം ക്ലെയിം ചെയ്തു. മുലായം സിംഗ് യാദവുമായി അദ്ദേഹം ചില ബന്ധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ സറണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി 3 സംസ്ഥാനത്തെ പോലീസും എവിടെയാണോ അദ്ദേഹത്തെ കാണുന്ന അവിടെ വെച്ച് വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു അനുജനെ കൊന്നു, മറ്റൊരു അനുജനെ കൊന്നു. ഇനി അവർ ഒരു നിർഭയ് സിംഗ് ഗുജ്ജറും അദ്ദേഹത്തിൻ്റെ ഒരു അനുജനും മാത്രമേ, പപ്പു ഗുജ്ജർ എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ അവശേഷിച്ചുള്ളൂ. അങ്ങനെ ഇവരെന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരാൾ ഇവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നത് എനിക്ക് കണ്ടു. അപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ലെങ്കിലും പുറത്തുനിന്ന് ഒരാൾ ബീഡി വലിക്കുമ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു, ആപ്കോ ശർം നഹീ ആത്തെ ആ മന്ദിർ മേ ബീഡി പീ രഹേ, നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ബീഡി വലിക്കുന്നുണ്ട്? അദ്ദേഹം എന്നെ ഒന്ന് കർക്കശമായി നോക്കി, ഒന്നും പറഞ്ഞില്ല. കർക്കശമായി നോക്കി, ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും എൻ്റെ ഇൻ്റർമീഡിയറീസ്, അദ്ദേഹവുമായി സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ ആളുകൾ മുന്നോട്ട് വന്നു. എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സർ ആപ്സെ കുച്ച് മത് കഹിയേ, അദ്ദേഹവുമായി ഞാനൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ മുഖം പകുതി മറച്ചു വെച്ചിരുന്നു. കാരണം അങ്ങനെയായിരുന്നു അവർ വെക്കാറുണ്ടായിരുന്ന കൊള്ളക്കാരുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആദ്യത്തെ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കണ്ടതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ പിന്നെ കാര്യം മനസ്സിലായത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇവിടെ ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഇവിടെയുള്ള ദൈവങ്ങളൊക്കെ ശിവ, പാർവതി, അതേപോലെ തന്നെ ബ്രഹ്മ, വിഷ്ണു എല്ലാം തന്നെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടത് നിങ്ങൾ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊന്നിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ അതല്ല ഫ്രാൻസിലോ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ ജീവിതത്തിൽ ആരും അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടില്ല. ഇനിയും ഞാൻ പറഞ്ഞു, ഇനിയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ പോലീസ് ഓഫീസേഴ്സോ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും നടത്താൻ കഴിയില്ല. നിങ്ങൾക്ക് മാത്രമേ ഈ സ്ഥലത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. എനിക്കറിയാമായിരുന്നു ഇവരൊക്കെ ദേവി പൂജകന്മാരാണ് എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അവരോട് പറഞ്ഞു കൊടുത്തു. ദേവിയെക്കുറിച്ചുള്ള മഹിഷാസുര നിർണ ശവിധാത്രി വരദേ നമ,
രൂപം ദേവി, ജയം ദേവി, യശോ ദേഹി, ദിശോ ജഹി, ഇങ്ങനെയുള്ള കുറേ മന്ത്രങ്ങൾ ഉച്ചരിച്ചു. അതിൽ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യങ്ങൾ തോന്നി. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ നാട്ടുകാരായ ആളുകൾ വർക്ക് ചെയ്യാൻ വരും, പക്ഷെ എനിക്ക് വേണ്ടത് ഇത് എക്സ്പേർട്ട് വർക്കേഴ്സ് വേണം. അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ തരത്തിൽ സംരക്ഷണവും നിങ്ങൾ തരണം. ഇവിടുന്ന് നിങ്ങൾ മാറി താമസിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് അഗ്രി ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം എൻ്റെ വർക്ക് കൂടുതൽ നല്ല നിലയിൽ നടത്തി. നെക്സ്റ്റ് പ്ലീസ്. വർക്ക് നന്നായി നടക്കാൻ തുടങ്ങി. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് ഗർഭഗൃഹമാണ്, തകർന്നു കിടക്കുന്ന ഗർഭഗൃഹം. ഇവിടെ അത് നന്നാക്കിയെടുത്തു. നെക്സ്റ്റ് പ്ലീസ്. തൂണുകൾ വന്നു കഴിഞ്ഞു. ഇനി മുകളിലുള്ള സീലിംഗ് സ്റ്റോൺ വെക്കണം. നെക്സ്റ്റ് പ്ലീസ്. അതും വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. ഇതും പടുത്തുയർത്തി. നെക്സ്റ്റ് പ്ലീസ്. ഒരു വലിയ ക്ഷേത്രം ആയി ഇത് മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. സാധാരണ കല്ലുകൾ പൊട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തു മാറ്റുകയാണ്. പക്ഷെ ഞങ്ങൾ അതല്ല, അത് അതേ രൂപത്തിൽ തന്നെ യോജിപ്പിച്ചുകൊണ്ട് 1 2 3 4 5 ഇതേ തരത്തിൽ ഇതിൻ്റെ ഇടയിൽ സ്റ്റീലും എറൽഡൈറ്റും കൊണ്ട് യോജിപ്പിച്ച് അതിന് ശേഷം ഇതേ കല്ലിൻ്റെ പൊടിയെടുത്ത് ഈ വിടവുകൾ ഇത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതും ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരൊറ്റ കല്ലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇങ്ങനെയുള്ള പല കല്ലുകളും യോജിപ്പിച്ചുകൊണ്ട് പശയുടെയും കമ്പികളുടെയും മുകളിൽ മാത്രം ക്ഷേത്രങ്ങൾ പടുത്തുയർത്തി ഒരു വലിയ ക്ഷേത്ര മഹാലയം അവിടെ പടുത്തുയർത്താൻ കഴിഞ്ഞു. ഇതേവരെ ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ വീട് നല്ല വീടല്ലാതിരുന്നത്, ശിവാലയം നല്ലതല്ലാതിരുന്നതിനാൽ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം കല്യാണം കഴിക്കാൻ തയ്യാറായി. നെക്സ്റ്റ് പ്ലീസ്. ഇത് കല്യാണ സുന്ദരമൂർത്തിയാണ്. ശിവന്റെ കല്യാണം നടക്കുകയാണ്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവണം. ഏകദന്തം ചതുർബാഹു ഗജവക്ത്രം മഹോദരം സിദ്ധി ബുദ്ധി സമായുക്തം മോഷികാരൂഢമേവച. ഇവിടെ അദ്ദേഹം കണ്ടതുകൊണ്ട് മാത്രം തൃപ്തനായില്ല, തൻ്റെ ഭാര്യയും കൂടി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ധാരാളം ഐഡൽസ്, എത്ര ഞങ്ങൾക്ക് സ്കൾപ്ചേഴ്സ് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുകയുണ്ടായി. ഇതൊക്കെ ഇന്ന് ഗ്വാളിയോർ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് യശോധര സിന്ധ്യ, ഫോർമർ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്ററുടെ എളിയ സഹോദരി. ഒരിക്കലും എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, മുഹമ്മദ്, യു ഹാവ് ബീൻ ഡൂയിങ് എ ലോട്ട് ഓഫ് ഒരുപടി വർക്കുകൾ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വിവരം കിട്ടുന്നുണ്ട്. യു ഹാവ് നോട്ട് ടേക്കൻ മീ സോ ഫാർ ടു ദർബെ. എന്നെ ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം പല കാര്യങ്ങൾക്കും മേഡം, കാരണം ഒരു ഷി വാസ് ദ ടൂറിസം മിനിസ്റ്റർ. അപ്പം പലപ്പോഴും എല്ലാ ടൂറിസം ഏതൊരു സംസ്ഥാനത്തിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ സാധാരണ ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ രൂപത്തിലായിരുന്നില്ല. അത് എല്ലാം ഞാൻ കൂടുതൽ ഒരു പ്രോ ആക്റ്റീവ് ആയിരുന്നതിനാൽ അവർക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വലതുവശത്തുള്ളത് മിസ്റ്റർ അർഗൽ എന്ന് പറഞ്ഞ ആളാണ്. വോട്ട് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞ ഒരു പ്രമാദമായ കേസ് ഉണ്ടായിരുന്നു. അത് ഇവരാണ്. ഇതിൻ്റെ പിറകിലായിട്ട് അശ്വനി ലോഹാനി, ഇദ്ദേഹം എയർ ഇന്ത്യയുടെ ജനറൽ മാനേജറായിരുന്നു, ചെയർമാനായിരുന്നു. അതേപോലെ അതിന് മുമ്പ് ഇദ്ദേഹം റെയിൽവേയുടെയും ചെയർമാനായിരുന്നു. വെരി എഫിഷ്യൻ്റ് ഓഫീസർ. നമുക്ക് ഇതേപോലുള്ള എഫിഷ്യൻ്റ് ഓഫീസേഴ്സും ഇതേപോലുള്ള മിനിസ്റ്റേഴ്സുമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. ഷി വാസ് ഹൈലി ഇംപ്രസ്ഡ് ബൈ ദ സൈറ്റ്. കാരണം ഇവർക്ക് ആർക്കിയോളജിയെക്കുറിച്ച് നന്നായിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ്, ഷീ നോസ് ദ തിങ്. അപ്പോൾ എന്നോട് ചോദിച്ചു, വാട്ട് ഡു യു നീഡ് ഫ്രം മൈ സൈഡ്, എൻ്റെ വശത്തു നിന്ന് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങോട്ട് വരാൻ റോഡില്ല, അപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ റോഡിന് വേണ്ടി ഓർഡർ കൊടുത്തു. വളരെ കഴിവുള്ള മിനിസ്റ്റർ ആയതുകൊണ്ട് അവർ പറഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ അനുസരിക്കും.
അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ റോഡിനുള്ള ഓർഡറായി. അതിനുശേഷം ഈ റോഡ് എത്ര അതിൻ്റെ ഗുണം തന്നെ ഹൗ ഗുഡ് ഇറ്റ് ഈസ് അത് നോക്കി എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നെക്സ്റ്റ് പ്ലീസ്. ഇത് ജ്യോതിരാദിത്യ സന്ധ്യ അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. ഇതേപോലെ തന്നെ ഹൈലി എഫിഷ്യൻറ്റ് മിനിസ്റ്റർ. യു നീഡ് മിനിസ്റ്റേഴ്സ് ലൈക്ക് ദിസ് വൺ. പലപ്പോഴും പറയാറുണ്ടായിരുന്നു, മുഹമ്മദിന് 1000 രൂപ, 100 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 1000 രൂപയായിട്ട് അത് തിരിച്ചു തരും എന്ന് പറയുമായിരുന്നു. കാരണം അതെന്ന് പറഞ്ഞാൽ വി യൂസ് ടു ഡു ദ വർക്ക് ലൈക്ക് ദാറ്റ് വൺ. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് പ്രത്യേക സ്ഥലമുണ്ട്, ചന്തേരി എന്ന് പറഞ്ഞാൽ. അതൊരു 3-4 വർഷത്തിനുള്ളിൽ ഒരു തികച്ചും രൂപാന്തരപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. അതിലൊക്കെ അദ്ദേഹത്തിന് വളരെ ഹൈ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കണം ഗവൺമെൻറ് ഓഫീസേഴ്സ് എന്നുള്ളതാണ്. അദ്ദേഹം ഏത് തരത്തിൽ ആഗ്രഹിച്ചിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു ഹിം ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. നെക്സ്റ്റ് പ്ലീസ്. അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്ര സമൂഹങ്ങൾ കണ്ടിരുന്ന ഈ രൂപത്തിലായിരുന്നു. അത് നമ്മൾ എങ്ങനെ മാറ്റിക്കഴിഞ്ഞു? നെക്സ്റ്റ് പ്ലീസ്. ഈ രൂപത്തിലാക്കി. ദർ ഇസ് എ ട്രാഫിക് ജാം ഓഫ് ടെമ്പിൾസ് നൗ. എല്ലാവരും അതിൻ്റെ കുഴിമാടത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ്. ഇനി അതിമനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും ഞാൻ അതിൻ്റെ പൂമ്പാറ്റകളും വണ്ടുകളും പറക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും ഞാൻ അതിൻ്റെ ചുറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരുന്നത് ഈ രൂപത്തിലായിരുന്നു. ആ ക്ഷേത്രം ഇന്ന് ഇതേ രൂപത്തിലാക്കി മാറ്റി. आज तक याद है वो उजड़े दीवार का मंजर मुझको. आज तक याद है वो उजड़े दीवार का मंजर मुझको, जिसकी तस्वीर निगाहों में लिए फिरता हूँ. കാരണം ഇത് സമയം എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഒരു പ്രവാഹ है. ये समय की प्रवाह है. सब कुछ बह जाते हैं. जो पत्थर रुक जाया करते हैं वो ഇതിഹാസ് बनाया करते हैं. സമയം ഒരു വലിയ പ്രവാഹമാണ്. നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചരിത്രമായിട്ട് മാറിക്കഴിഞ്ഞു. അതേപോലെ ഞാൻ കണ്ട ഈ തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളുടെ ശവസംസ്കാര പറമ്പിൽ നിന്നാണ്, അതേ കല്ലുകൾ ഉപയോഗിച്ചാണ് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രവും ഒരു വലിയ സാംസ്കാരിക കേന്ദ്രവും അതേപോലെ തന്നെ ഒരു വലിയ പൈതൃക സ്ഥാനവും നാം പടുത്തുയർത്തിയത്. വെറും 3 കോടി രൂപ കൊണ്ട്. വെറും 3 കോടി രൂപ കൊണ്ട്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. Kevin Strange പറയും, I can't even start to imagine how complex this task must have been, but the results are spectacular. എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എത്രമാത്രം വിഷമം പിടിച്ചൊരു വർക്കായിരുന്നു ഈ വർക്കെന്ന്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ദാറ്റ് ഇസ് സ്പെക്ടാക്കുലർ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് നിർഭയ് സിംഗ് ഗുജ്ജർ. ഇദ്ദേഹം അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം ഈ ക്ഷേത്ര സ്ഥലം സംരക്ഷിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാലൊച്ച അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരനുജനെ കൊന്നു, മറ്റൊരനുജനെ കൊന്നു. ഇനി ഇദ്ദേഹവും മറ്റൊരനുജനും മാത്രമേ, 40 ആളുകളുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെ ഓരോരുത്തരായി കൊല്ലപ്പെട്ടു. ഇനി അദ്ദേഹത്തിനും അറിയാമായിരുന്നു മരണത്തിൻ്റെ കാലൊച്ച അദ്ദേഹം തേടി വരുന്നുണ്ട് എന്ന്. നെക്സ്റ്റ് പ്ലീസ്. ആൻഡ് വൺ ഡേ ദാറ്റ് ഹാപ്പൻഡ്. He was shot dead. Next please. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ മാത്രമേ ഉള്ളൂ, പപ്പു ഗുജ്ജർ എന്ന് പറയുന്ന ഒരു അനുജൻ മാത്രമേ ഉണ്ടായിരുന്നു. ഇത് സാധാരണ ഇവർ ചെറിയ സ്കൂൾ ടീച്ചേഴ്സിന്, പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ പിടിച്ചാൽ 15 മുതൽ 20 ലക്ഷം വരെയായിരുന്നു ഇവർ അവരുടെ അടുത്ത് നിന്ന് കിഡ്നാപ്പ് ചെയ്താൽ റാൻസം എമൗണ്ട് വാങ്ങിയിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇവർ മരിച്ചതോടുകൂടി എൻ്റെ കഷ്ടകാലം തുടങ്ങി. അവിടെ നിന്ന്
ആ കല്ലുകൾ, അവിടെയുള്ള അടുത്തുള്ള കല്ലുകൾ വളരെ മനോഹരമായിട്ടുള്ള കല്ലുകളാണ്, എക്സ്പോർട്ട് ക്വാളിറ്റി കല്ലുകളാണ്. അവിടെ റാമ്പൻ മൈനിങ് തുടങ്ങി. ഉള്ളിടത്തോളം അങ്ങോട്ട് വരാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. സോ ഇമ്മീഡിയറ്റ്ലി ഐ റോട്ട് ടു മെനി പീപ്പിൾ. പക്ഷേ എല്ലാ പാർട്ടിക്കാരും എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസും അതിൻ്റെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന രൂപത്തിലായിരുന്നു. ഗവൺമെൻറ് വാസ് കംപ്ലീറ്റ്ലി ഇനാക്റ്റീവ്. നെക്സ്റ്റ് പ്ലീസ്. മധ്യപ്രദേശിൽ BJP ഗവൺമെൻറ്റാണ്. ഒരു തരത്തിലൊരു സഹായവും കിട്ടുന്നില്ല. സോ ഐ ഡിഡ് സംതിങ് വിച്ച് എ ഗവൺമെൻറ് സെർവൻറ്റ് ഷുഡ് നോട്ട് ഹാവ് ഡൺ. ഒരു ഗവൺമെൻറ് സെർവൻറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്ന് സർസംഘ് ചാലക ആയിരുന്ന ശ്രീ KC സുദർശൻജിക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് വളരെ ഹാർഡ് ഹീറ്റിംഗ് ലെറ്റർ ആയിരുന്നു. ആൻഡ് ഹീ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. വിത്തിൻ 24 hours അദ്ദേഹം ആക്ഷൻ എടുത്തു. ചീഫ് മിനിസ്റ്റർ വാസ് പുൾഡ് അപ്പ് ആൻഡ് ചീഫ് മിനിസ്റ്റർ വാസ് ഫോഴ്സ്ഡ് ടു സെൻഡ് ദ പോലീസ് ഓൾസോ. പോലീസ് ഉടനെ തന്നെ ആ സ്ഥലത്തെത്തി. അവരും വളരെയധികം ശക്തിയാർന്ന ഖനി മാഫിയ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ ആൾബലവും അതോടൊപ്പം തന്നെ പിന്നെ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് ഉള്ള ഗ്രൂപ്പാണ്. അവരും പോലീസും തമ്മിൽ ശക്തിയായി വെടിവെപ്പുകയുണ്ടായി. കലക്ടറെ വെടിവെച്ചു, അതേപോലെ തന്നെ SP വെടിവെച്ചു. കലക്ടർക്കും SP-ക്കും എതിരായി വെടിവെക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നെപ്പോലുള്ളൊരു ആർക്കിയോളജിക്കൽ ഓഫീസർ അവർക്കൊന്നുമായിരുന്നില്ല. പക്ഷെ ഞാൻ രക്ഷപ്പെടാനുള്ളൊരു കാരണം അന്നും കുറച്ച് കൊള്ളക്കാരുണ്ടായിരുന്നു. കൊള്ളക്കാർക്കറിയാമായിരുന്നു ഞാൻ എന്തുമാത്രം വലിയ സാഹസമാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കൊള്ളക്കാർ എന്നെ കൊന്നയാളെ മാത്രമായിരിക്കില്ല കൊല്ലുക, മറിച്ച് അവരുടെ ഫാമിലിയെ മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്യുന്നുള്ളത് അവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ അതേ അവസരത്തിൽ എൻ്റെ ട്രാൻസ്ഫറും ഉണ്ടായിരുന്നു. കാരണം ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് വരുന്നുണ്ട് 2010. അപ്പം അതിന് കാര്യങ്ങൾ 2010 മുമ്പായിട്ട് പരിപൂർണമായും കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരാളെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ആളുകളും എൻ്റെ പേരാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടും ഞാൻ ഭാഗികമായി രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കഥ നിങ്ങളോട് പറയാൻ ഞാൻ ബാക്കിയുണ്ടാകുമായിരുന്നില്ല. നെക്സ്റ്റ് പ്ലീസ്. അതിനുശേഷം അന്ന് അംബിക സോണിയാണ് മിനിസ്റ്റർ ഫോർ കൾച്ചർ. അവർ ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിക്ക് അദ്ദേഹത്തിന് കത്തെഴുതി. അത് ദിസ് വൺ law and order is under you and you have to give full support to Archaeological Survey of India എന്ന് പറഞ്ഞുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാന് അംബിക സോണി കത്തെഴുതുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ശിവരാജ് സിംഗ് മറുപടി എഴുതി. അദ്ദേഹത്തിന് മറുപടി കത്താണിത്. ഇപ്പം ഞങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് ഇത്തരത്തിലുള്ള മൈനിങ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു കൊണ്ട് മറുപടി എഴുതി. പക്ഷേ ഇതിൻ്റെ അവസാന ഭാഗം എനിക്കെതിരായിരുന്നു. അതായത് ഇങ്ങനെ ഭരണകൂടത്തിന് പുറമേയുള്ളൊരു ശക്തിക്ക് ഈ കത്തെഴുതിയ ഓഫീസറുടെ പേരിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറുപടി കത്ത്. തീർച്ചയായും ഒരു ചീഫ് മിനിസ്റ്റർ ഒരു സെൻട്രൽ മിനിസ്റ്റർക്ക് ഒരു സെൻട്രൽ ഉദ്യോഗസ്ഥനെതിരായി കത്തെഴുതുമ്പോൾ ആക്ഷൻ എടുക്കാൻ അവർ നിർബന്ധിതരാണ്. എൻ്റെ സസ്പെൻഷൻ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരും പോകാൻ പേടിക്കുന്ന സ്ഥലത്ത് ധൈര്യമായി കയറി ചെന്നു. അതിനുശേഷം ശിവൻ്റെ 280 ക്ഷേത്രങ്ങൾ അതേ രൂപത്തിൽ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ റിവാർഡാണോ ശിവ നീ എനിക്ക് തരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോയാൽ അതിൽ അഭംഗികേട് തീരെയില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു, മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ പറയുന്നുണ്ടായിരുന്നു, ശിവൻ എന്നെ രക്ഷിക്കും. പക്ഷേ ഇനി സമയമില്ല, എന്തും സംഭവിക്കാം. ഒരുപക്ഷെ രക്ഷപ്പെട്ടെന്ന് വരാം,
രക്ഷപ്പെട്ടില്ല എന്നും വരാം. ഇനി എനിക്ക് മഹാമൃത്യുഞ്ജയ മന്ത്രം ഉരുവിടുകയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനില്ല. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉരുവാരുകമിവ ബന്ധനാം മൃത്യോർമുക്ഷിയമാമൃതം. ഇത് മാത്രമേ ഇനി ഇത് ഉരുവിടാനുള്ളൂ. പക്ഷെ അപ്പോഴേക്കും എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും എനിക്ക് അനുകൂലമായിരുന്നു. അവരൊരു വലിയ യുദ്ധം തന്നെ അതിനുവേണ്ടി എനിക്ക് അനുകൂലമായി നടത്തുകയുണ്ടായി. ചില പത്രക്കാർ ഡൽഹിയിൽ പോയി അംബിക സോണിയെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ അവസാനം അവർ തീരുമാനിച്ചു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതിന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താലും ഇതിന് ഫലമുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ചെയ്ത കാര്യത്തിലൂടെ മാത്രമേ ഈ വർക്ക് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ, നിർത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും എൻ്റെ ക്ഷേത്രങ്ങളുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ദർ വാസ് എൻ എമോഷണൽ കണക്ഷൻ വിത്ത് മൈ ടെമ്പിൾസ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു കൺസേർവ് മൈ ടെമ്പിൾസ്. സോ ഇറ്റ് വാസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ടെമ്പിൾസ് ഐ ഹാഡ് ഡൺ ഇറ്റ്. അപ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളും വളരെ ആക്റ്റീവായി. അവർ ഗവർണറെ കണ്ടു. അവർ അതേപോലെ തന്നെ മിനിസ്റ്ററെയും കാണുകയുണ്ടായി. അപ്പോൾ പ്രഷർ നാനാഭാഗത്തുനിന്നും വന്നപ്പോൾ ശിവന്റെ പ്രഷറായി മാറുകയുണ്ടായി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. നെക്സ്റ്റ് പ്ലീസ്. എല്ലാ ചാനലുകളും ഇത് IBN 7 വന്നതാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇന്ന് 2015 ഇതൊക്കെ നടക്കുന്നത് 2007 നടക്കുന്നത്. ഇത് 2015 ആകുമ്പോഴേക്കും ആകെ മാറി കഴിഞ്ഞിരുന്നു. പിന്നെ മധ്യപ്രദേശിലെ ഗവൺമെൻറ് തന്നെ ഇതിന് മുമ്പ് അവിടെ, അതായത് 2005 മുമ്പ് അവിടെ പോസ്റ്റ് ചെയ്ത് IAS IPS ഉദ്യോഗസ്ഥന്മാർ അവർ പോകാൻ പേടിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് രണ്ടാമത് കാണാൻ വേണ്ടി അതേ ഗവൺമെൻറ് അവരെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർ വന്ന് കണ്ടപ്പോൾ ബട്ടേശ്വർക്ക് മന്ദിറോങ്കോ ചൗക്കെ അഫ്സർ ഇത് കണ്ടതിന് ശേഷം അവർ അത്ഭുതപ്പെട്ടു. ശാന്താർ, എക്സലന്റ്, ഈ ശബ്ദ് അക്കാലത്ത് ഒരു കാലത്ത് അവിടെ പോകാൻ പേടിച്ചിരുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇന്ന് ധാരാളം ഒരു വലിയ ടൂറിസ്റ്റ് സെൻ്ററായി മാറിക്കഴിഞ്ഞു. കാരണം എല്ലാ കൊള്ളക്കാരെയും ഓരോന്നായിട്ട് വെടിവെച്ചു കൊല്ലപ്പെട്ടു. 2008 എല്ലാ തരത്തിലുള്ള കൊള്ളക്കാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇന്നൊരു വലിയ ക്ഷേത്ര സമൂഹമായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ധാരാളം റിസർച്ച് സ്കോളേഴ്സ് ഇന്ന് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് പ്ലീസ്. ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൻ്റെ സ്റ്റുഡൻസ് ആണ്, ഡൽഹിയിൽ നിന്ന് വന്നവരാണ്. എപ്പോഴും വളരെ ശബ്ദമുഖരിതമായിരിക്കും ആ ക്ഷേത്ര സംവിധാനം. ഒന്നാലോചിച്ച് നോക്കൂ, ഒന്ന് മുകളിലേക്ക് നോക്കൂ. എത്ര മനോഹരമായ ക്ഷേത്രങ്ങളാണ് ഓരോന്നായി ഉയർന്നു നിൽക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഹോളണ്ടിൽ നിന്ന് ഈ ക്ഷേത്രം കാണാൻ വേണ്ടി വന്ന, ഹോളണ്ടിൽ 2012 ഒളിമ്പിക്സ് ജയിച്ച ആ ടീമാണ് ഇന്ന് ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലീസ്. ഇതേപോലെ ധാരാളം ടീമുകൾ 2012 അവർ ഒളിമ്പിക്സ് ജയിച്ചപ്പോൾ ഇതേ ടീമാണ്. ഇതേപോലെ ധാരാളം പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഇന്ന് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. എല്ലാ പത്രക്കാരും എല്ലാ ചാനൽസും അനുകൂലമായിരുന്നു. ഡെക്കോയ്ഡ്സ് ഹെൽപ്പ് പ്രിസർവ് മറീന ടെമ്പിൾ, പയനീറിൻ്റെ വാർത്തയാണ്. നെക്സ്റ്റ് പ്ലീസ്. റെസ്റ്റോർഡ് ഗ്ലോറി ഫ്രണ്ട് ലൈനിൽ സുബ്രഹ്മണ്യത്തിൻ്റെ വാർത്തയാണ്. നെക്സ്റ്റ് പ്ലീസ്. മൽബേ മന്ദിറോं का ഖജാന, ദൈനിക് ഭാസ്കർ. ദൈനിക് ഭാസ്കറാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള പത്രം. നെക്സ്റ്റ് പ്ലീസ്. The Hindustan Times, temple safe, CM tells Soni, Chief Minister tells Ambika Soni, but Muhammad may face heat. Next please. ASI turns to RSS, gets help. Wanted illegal mining to be stopped near Bateshwar temples. Next please. Illegal miners fire at collector and SP. ഒന്ന് ആലോചിച്ച് നോക്കൂ. കളക്ടറെയും SP-യെയും വെടിവെച്ചവർക്ക് ഒരു ആർക്കിയോളജിക്കൽ ഓഫീസറെ വെടിവെക്കാൻ എന്താണ് പ്രയാസം? നെക്സ്റ്റ് പ്ലീസ്.
सुदर्शन जी की पहल पर शासन जागा, खदानें बंद। नेक्स्ट प्लीज। मोहम्मद ने क्यों लिखा सुदर्शन को खत? CM ने उठाया ASI अधीक्षक पर सवाल. എൻ്റെ കാര്യശൈലി അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ചോദ്യം ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൽപ്പെട്ട് അവരുടെ വെടികൊണ്ട് മരിക്കേണ്ട ആളായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടു. പക്ഷേ എന്നെപ്പോലെ ഭാഗ്യവാന്മാരായിരുന്നില്ല വേറെ പലരും. ഒരു യങ് IPS ഓഫീസർ നരേന്ദ്രകുമാർ അദ്ദേഹത്തെ വളരെ ദാരുണമായ രീതിയിൽ ഇല്ലീഗലി മൈൻഡായിട്ടുള്ള ഇല്ലീഗലി വെട്ടിയെടുത്ത കല്ലുകൾ വെച്ച ട്രാക്ടറിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ കുടുക്കി ചതച്ചരച്ച് വളരെ ദയനീയമായി ഒരു IPS ഓഫീസറെ ഇവർ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന് നരേന്ദ്രകുമാറിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ IAS ഓഫീസറായിരുന്നു. അതുകൊണ്ട് അന്വേഷണം നടന്നു. അതല്ലെങ്കിൽ അന്വേഷണവും നടക്കില്ലായിരുന്നു. ബേദം അദ്ദേഹം ഇതാണ് ഈ യങ് IPS ഓഫീസർ. ബേദം ബന്ദൂഖ് ബേഖൌഫ് മാഫിയ. ഇഷ്ടം പോലെയുള്ള തോക്കുകൾ, ഒരു പേടിയുമില്ലാത്ത മാഫിയ. ഏകി സാൽമേ ഹോ ചുക്കെ 50s. ഒരു കൊല്ലത്തിനിടയിൽ ഇതേപോലെ 50-ൽ പരം ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇതേപോലുള്ളൊരു ഒരു 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 വനാന്തരത്തിലാണ് നമുക്ക് ജീവിക്കേണ്ടി വന്നത്. ഇതേപോലെ അവരുടെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്ലീസ്. ഇതിന് വർഷങ്ങൾക്ക് ശേഷം സാർക്ക് ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഡൽഹിയിൽ ഒരു അജിത് കൗർ എന്ന് പറയുന്ന ഒരു വലിയ പവർഫുൾ മാഡം വർക്ക് ചെയ്യുന്നുണ്ട്. അവരായിരുന്നു അത് ഓർഗനൈസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് റീച്ച് അവാർഡ്. നെക്സ്റ്റ് പ്ലീസ്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ചീഫ് മിനിസ്റ്റർക്ക് തോന്നി അദ്ദേഹം ചെയ്ത് തെറ്റാണ്. വർഷങ്ങളല്ല, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം എനിക്ക് ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഡൽഹിയിൽ എത്തിയിരുന്നു. അന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വാസ് കമ്മിങ് ടു കുത്തബ് മിനാർ. സോ ഐ ഹാഡ് ടു റിസീവ് ഹിം. അപ്പോൾ ഞാൻ ഐ ഡെപ്യൂട്ടഡ് മൈ വൈഫ്. ഷീ വെന്റ് ആൻഡ് റിസീവ്ഡ് ഇറ്റ്. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മോഹർ സിംഗ് ഞാൻ പോകുന്നതിന് ശേഷം ഈ വർക്കുകൾ മുഴുവൻ നിന്ന് കഴിഞ്ഞു. ഒരുപടി പ്രതീക്ഷ എല്ലാ ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ് അത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്ന്. BJP ഗവൺമെൻറ് വന്നാൽ അത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന്. പക്ഷേ ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോയി. BJP വന്നതിന് ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്ര തകർന്നടിഞ്ഞോ അത്ര തകർന്നടിയൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എൻ്റെ 22 വർഷം ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 10-12 വർഷത്തും ഞാൻ ആർക്കിയോളജിക്കൽ സർവേയുമായി വളരെ ക്ലോസ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്നൊന്നുമില്ലാത്ത രൂപത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ തകർത്തു കളഞ്ഞു BJP ഗവൺമെൻറ്. പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ സംരക്ഷിക്കുന്ന ആർക്കിയോളജിയുടെയും അതേപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും സംരക്ഷകരാണ് എന്ന് പറയും. പക്ഷേ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇത് കാര്യങ്ങൾ ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ തകരാറുകളുണ്ട്. ആരും ഈ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. RSSലുള്ള ആളുകൾക്കും അറിയാം, BJPയിലുള്ള ആളുകൾക്കും അറിയാം, സംസ്കാര ഭാരതിയിലുള്ള ആൾക്കാർക്കും അറിയാം, അതിൻ്റെ ബൗദ്ധിക് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അറിയാം. പക്ഷേ ആരും മുന്നോട്ട് വരുന്നില്ല. ഇനി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെക്കുറിച്ച് രണ്ടാമത് BJPയും RSSും ഒക്കെ സംസാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം തകരാറിലാണ് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ BJPയുടെ അധികാരത്തിലുള്ള അവസരത്തിലുള്ള അവസ്ഥ. നെക്സ്റ്റ് പ്ലീസ്. ഇത് അദ്ദേഹം എഴുതിയ അവസാനത്തെ ഒരു 8-9 മാസം മുമ്പുള്ള കത്തായിരുന്നു.
പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയ കത്താണ്. ഞാൻ തികച്ചും നിരാശനായിരുന്നു. അതിനുശേഷവും എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നി, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. തികച്ചും നിരാശനായിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. എന്താവും എന്ന് ഒന്നും അറിയില്ല. കാരണം ഞാൻ ഈ ക്ഷേത്രങ്ങളുമായിട്ട് ആത്മീയമായ അടുപ്പമുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ കിട്ടുകയുണ്ടായി. ആ ഫോൺ കോൾ ചെയ്ത മഹിള ഒരുപക്ഷെ നമുക്ക് പല ആളുകൾക്കും അറിയാം, ഇത് സുധാ നാരായൺ മൂർത്തിജിയാണ്. മാഡം ഈസ് എ ഗ്രേറ്റ് ബിസിനസ്മാൻ. ഇൻഫോസിസിൻ്റെ ചെയർമാൻ നാരായൺ മൂർത്തിയുടെ ഇൻഫോസിസ് ഫൗണ്ടേഷൻ നടത്തുന്നത് മാഡമാണ്. അപ്പം മാഡം പറഞ്ഞു, കാരണം മാഡം ഈസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് ബിസിനസ് വിമൻ, മാഡം ഈസ് an accomplished writer also, a philanthropist also. അങ്ങനെയുള്ള ധാരാളം ക്വാളിറ്റീസ് ഉള്ള ഒരു വലിയ മഹിളയാണ്. ഇന്നും വർഷത്തിലൊരിക്കൽ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പച്ചക്കറി വിൽക്കും. കാരണം എന്തിനാണ് പച്ചക്കറി വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, എൻ്റെ അഹംഭാവം, ലോകത്തിലേറ്റവും വലിയ പണക്കാരിൽ ഒരാൾ, ഇന്ന് ഇംഗ്ലണ്ടിലെ ഫൈനാൻസ് മിനിസ്റ്റർ മാഡത്തിൻ്റെ മരുമകനാണ്. ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട് സുനക്. ഇത്രയും വലിയ ഒരാൾ എനിക്ക് ഫോൺ വിളിച്ചു പറഞ്ഞു, ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, മുഹമ്മദ്, ഐ ഹാവ് ബീൻ റീഡിങ് എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് യു ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ദ പ്ലേസ് അലോങ് വിത്ത് യു. ഇത് മാഡത്തിൻ്റെ സിസ്റ്റേഴ്സാണ്, 2 സിസ്റ്റേഴ്സുമാണ്. ഇത് ഇവരുടെ ഹസ്ബൻഡാണ്. ഇത് ദേശ്പാണ്ഡെജി ഇന്ന് അമേരിക്കയിലെ പ്രധാനപ്പെട്ട അക്ഷയ പാത്ര അതിൻ്റെ എല്ലാം നടത്തുന്നത് ഇദ്ദേഹമാണ്, ദേശ്പാണ്ഡെജിയാണ്. അപ്പം ഞങ്ങളൊരു 4 ദിവസം ഈ സ്ഥലങ്ങൾ മുഴുവനും സന്ദർശിച്ചു, കാണിച്ചു കൊടുത്തു എല്ലാ ഭാഗങ്ങളും. മിനിസ്റ്റർ മാഡം പറഞ്ഞു, ഐ വിൽ ട്രൈ ടു ഡു സംതിങ് ഫോർ ദിസ് ടെമ്പിൾ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നു. ഞങ്ങൾ ഫെബ്രുവരിയിലായിരുന്നു പോയിരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും കോവിഡ് വന്നു. എല്ലാ വർക്കുകളും നിന്നു. അവരുടെ ഫണ്ടുകൾ മുഴുവനും അവർക്ക് കോവിഡിന് വേണ്ടി ഇത് മാറ്റേണ്ടി വന്നു. പക്ഷേ ഞാൻ ഒരു മാസത്തിന് മുമ്പ് ഞാൻ രണ്ടാമതും അവർക്ക് ഇൻഫോം ചെയ്തു, നമുക്ക് തുടങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു, ഞങ്ങളെല്ലാ ഫണ്ടും മുഴുവനും മാറ്റിക്കഴിഞ്ഞിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യും. പിന്നെ പിറ്റേന്ന് എനിക്ക് രണ്ടാമത് വന്നു, അല്ല നമുക്ക് തുടങ്ങാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അത് തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഗവൺമെൻറ്, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് പിന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളൊരു ദുഃഖ സത്യമാണ്. പക്ഷെ പലപ്പോഴും ദൈവം പല മാർഗങ്ങളും കാണും. അതിൻ്റെ ഒരു മാർഗമാണ് മാഡം മുന്നോട്ട് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇത് അടുത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ്. ഇങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ഗവൺമെൻറ്റിന് ഒരു 8-10 കോടി രൂപ ഇതിനു വേണ്ടി നൽകുക എന്നുള്ളത് ഒരു പ്രശ്നവുമല്ല. കാരണം പല മീറ്റിങ്ങിലും, പല ടൂറിസം മീറ്റിങ്ങുകളിലും പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കറിയാൻ കഴിയും എങ്ങനെ പണം ദൂർത്തടിക്കുമെന്ന്. പല ഗവൺമെൻറ് പ്രൊജക്റ്റുകളും പറഞ്ഞു. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റിന് വേണ്ടി ഒരു 8-10 കോടി രൂപ ഈ BJP ഗവൺമെൻറ് കൊടുത്തിരുന്നെങ്കിൽ പലപ്പോഴും ഈ ക്ഷേത്രങ്ങളൊക്കെ നന്നാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ അതിന് പറ്റിയ മിനിസ്റ്റേഴ്സോ അതിന് പറയാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരോ ഇല്ല എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ ദുര്യോഗം. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഗവൺമെൻറ് സെർവൻസ് ആകുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ജോലിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും. നമ്മുടെ സമൂഹത്തിന് നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന അവസരത്ത് ധാരാളം വർക്കേഴ്സ് എൻ്റെ കീഴിലുണ്ടായിരുന്നു. കാരണം അത് കോമൺവെൽത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ധാരാളം വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ മുഴുവൻ വരുന്ന ഒന്നുകിൽ ബീഹാർ എന്നായിരിക്കും, UP എന്നായിരിക്കും, മധ്യപ്രദേശ് എന്നായിരിക്കും. ഇവരെ പിഞ്ചു കുഞ്ഞുങ്ങളും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ 12 കോടിയിലധികം മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഇവരാണ് നമ്മുടെ വലിയ നഗരങ്ങൾ പടുത്തുയർത്തുന്നത്. പക്ഷെ നഗരങ്ങൾ പടുത്തുയർത്തിയാൽ ആദ്യം ഇവരെ ആട്ടിപ്പായിക്കാനാണ് നാം ശ്രമിക്കാറുള്ളത്. ഇവരെ കുട്ടികൾക്ക്
വിദ്യാഭ്യാസത്തിനുള്ള ഒരു വകയുമില്ല. പല അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടും കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ പുതിയ എഡ്യൂക്കേഷണൽ പോളിസിയിലും ഒക്കെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് പല പ്രസ്താവനകളും, എല്ലാ ഗവൺമെൻറ്റും, കോൺഗ്രസ് ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ എത്തേണ്ടിടത്തേക്ക് എത്താറില്ല. അത് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ വേണ്ട സ്ഥലത്ത് എത്തിക്കാൻ കഴിയണം. അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും തകരാറുകൾ. ഇതൊക്കെ മനസ്സിലാക്കുന്നതിലും നമ്മുടെ മന്ത്രിമാർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിത് ചെയ്തിരുന്ന, ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഏത് നാൽക്കവലിയിൽ പോയാൽ അവിടെ ഭിക്ഷയാചിക്കുന്ന കുറേ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ വൈഫുമായി ഡിസ്കസ് ചെയ്തു നമുക്കെന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനൊരു 4-5 സ്കൂൾസ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനുള്ള സ്കൂൾ, ടെൻറ്റഡ് സ്കൂൾസ്, എവിടെ ഈ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരടുത്തുള്ള ടെൻറ്റഡ് സ്കൂളിൽ, ഒന്ന് റെഡ് ഫോർട്ടിലായിരുന്നു, ഒന്ന് കുത്തബ് മിനാറിലായിരുന്നു, ഒന്ന് ഹുമയൂൺ ടോംബിലായിരുന്നു. അതേപോലെ തന്നെ 4-5 സ്ഥലങ്ങളിൽ ഇങ്ങനെ ടെൻറ്റഡ് സ്കൂൾസ് ഉണ്ടാക്കി. അധികമൊന്നും ചിലവില്ല. നിങ്ങൾക്ക് അവർക്കുള്ള ചെറിയ ഭക്ഷണം കൊടുക്കണം, യൂണിഫോം കൊടുക്കണം, പുസ്തകം കൊടുക്കണം, ഒരു അധ്യാപകൻ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. പലപ്പോഴും ഓപ്പൺ സ്കൂളുകളായിരുന്നു. ചെറിയ ഒന്ന് വിരിക്കാനുണ്ടാകും, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓപ്പൺ സ്കൂളുകളായിരിക്കും ചിലപ്പോൾ. കാരണം ഓപ്പൺ സ്കൂളുകളായിരിക്കുകയാണെങ്കിൽ ഈ തണുപ്പ് കാലത്തുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ സ്കൂളുകളാണെങ്കിൽ അവിടെ പിന്നെ വെയിലുണ്ടാകും. നെക്സ്റ്റ് പ്ലീസ്. കളിക്കാനുള്ള ചെറിയ സഹായങ്ങൾ, അധികമൊന്നും വേണ്ട, ഇതൊക്കെ അവർക്ക് വലിയ കൗതുകം ഉണ്ടാക്കുന്നതാണ്. നെക്സ്റ്റ് പ്ലീസ്. ഇതൊക്കെ വേരിയസ് സ്കൂൾസാണ്. ഒന്ന് കുളിപ്പിക്കുക. ഇത് തുഗ്ലക്കാബാദിലാണ് നടക്കുന്നത്. ഒന്ന് കുളിപ്പിക്കുക. ഒരു ആരോഗ്യത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ, കുറച്ച് സന്നദ്ധ ഡോക്ടർമാരുണ്ട്, അവരെ വിളിക്കുക. ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. ഇത് കമ്പിൾ, എൻ്റെ വൈഫ് അവർ കമ്പിൾ ഇത് നമ്മൾ കമ്പിളി എന്ന് പറയുന്ന കമ്പിൾ കൊടുക്കുന്നതാണ്. ഇവർക്കൊന്നും ഒരു കമ്പിൾ വരെ ഉണ്ടായിട്ടില്ല. ഒരു ജീവിതത്തിൽ തണുപ്പിൽ നിന്ന്, ഭയങ്കര തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനില്ല. അപ്പോൾ അതെനിക്ക് തരാൻ വേണ്ടി 200 രൂപയായിരുന്നു അന്ന് കമ്പിളിക്ക് വില. എനിക്ക് 100 രൂപയ്ക്ക് തരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അവരെ അവരെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തൊരു കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സർവേ ഭവന്തു സുഖിനാം, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിതം ദുഃഖഭാവഹേതു. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റൈറ്റിങ്ങിൽ അയച്ചു. ഇതിലൊക്കെ ചെറിയ ഈ എപ്പോഴും ഒരു വർക്ക് കൊടുക്കുന്ന അവസരത്തിൽ ആ വർക്കിൽ ഒരു കോമ്പനൻ്റ് ഇതുണ്ടായിരിക്കണം. അവരെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, അതേപോലുള്ള കാര്യങ്ങൾ, ഇവർക്ക് താമസിക്കാനുള്ള ചെറിയ സൗകര്യങ്ങൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ലേബർ പോളിസി മാറണം. ഇന്നത്തെ BJP ഗവൺമെൻറ് ലേബർ പോളിസി വളരെ തകരാറിലും വളരെ കഴിച്ചിലും ഉള്ളതാണ് എന്ന് എനിക്ക് ഇത് അറിയുന്ന ഒരാളെന്നറിയാം, നിങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ തന്നെ എത്രയോ, എൻ്റെ കൂടെ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും രണ്ടാമത് പടുത്തുയർത്ത ആളുകളെ മുഴുവനും ജോലിയിൽ നിന്ന് BJP വന്നതിന് ശേഷം അവരെ പുറത്താക്കുകയുണ്ടായി. പക്ഷെ അവർ കേസ് കൊടുപ്പിച്ചുകൊണ്ട് അവരൊന്ന് നിലനിൽക്കുകയാണ്. ഈ തരത്തിലുള്ള ആൻറ്റി പോളിസിയാണ് ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ BJPയുടെ ഹയർ ഗ്രൂപ്പ് തയ്യാറാവില്ല. നെക്സ്റ്റ് പ്ലീസ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അല്ല ഞങ്ങൾക്കും പഠിക്കണം, പിന്നെ ഈ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും. അപ്പം ചെറിയ മക്കളെയും പിഞ്ചു മക്കളെയും മടിയിലിരുത്തിയാണ് ഇവർ പഠിക്കുന്നത്. ഇവർ ജോലിക്ക് പോകുമ്പോൾ ചെറിയ തൊട്ടിലിൽ, വെയിലുള്ളതിൻ്റെ തൊട്ടിൽ ആണ് ഈ കുട്ടികളെ കിടത്തി പോവുകയാണ്. വെയിൽ കൊണ്ട് കുട്ടികൾ പൊരിയും. ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. നെക്സ്റ്റ് പ്ലീസ്. ഇത് ഡൽഹിയിലെ പല ഗ്രൂപ്പ്സും, ഇത് പിന്നെ മിസ് നീര മിശ്രയാണ്. ദ്രൗപദി എന്നൊരു ഓർഗനൈസേഷൻസ് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ സമാനമായി ചിന്തിക്കുന്നതാണ്. ഇതൊരു ജർമ്മൻ ലേഡിയായിരുന്നു. ഇവരൊക്കെ വന്ന് ഞങ്ങളെ കൂടുതൽ സഹായിക്കുകയുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ദിസ് ഈസ് മിസ്സസ് സതീഷ് ജി, കണ്ണൂർ എന്നാണ്, കേരളക്കാരനാണ്. പക്ഷേ ഇദ്ദേഹം
ഇംഗ്ലണ്ടിൽ പ്രൊഫസറാണ്, ജോലി ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവർ പറഞ്ഞു ദേ വാണ്ടഡ് ടു ഹെൽപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ യു ക്യാൻ ഗിവ് മീ ഇൻ കൈൻഡ്. അപ്പോൾ അവർ കമ്പിൾ ഇതേപോലെ തന്നെ വരുത്തി അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് ഞാൻ പറഞ്ഞ ജെയിൻ. ഇദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് 100 രൂപയ്ക്ക് കമ്പിളി അല്ല കട്ടിയുള്ള കമ്പിളി തന്നിരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. ഇതിന് എനിക്ക് സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടുകയുണ്ടായി. കാരണം ഒരു ഗവൺമെൻറ് സർവൻ്റ് ഒരിക്കലും ചെയ്യാറില്ല. എപ്പോഴും ഗവൺമെൻറ്റിനെ സിറ്റിസനെ നമ്മൾ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇത് ചില വർക്കേഴ്സ് വന്ന് ചില പത്രക്കാർ വന്ന് നോക്കി അവൾക്ക് അത്ഭുതം തോന്നി. അപ്പോൾ അവർ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ അവാർഡ്. ഇത് തന്ന ആൾ എന്നെക്കാൾ വളരെയധികം ഉയരമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇത് ഈ ഫോട്ടോ വളരെ ഫേമസ് ആയി. നെക്സ്റ്റ് പ്ലീസ്. അത് തന്നിരുന്നത് ഇദ്ദേഹമായിരുന്നു, അമിതാഭ് ബച്ചനായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ ആളുകൾ ശ്രദ്ധിച്ച ഒരു ഫോട്ടോ ആയിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ആളുകൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് ശ്രദ്ധിച്ച അവസരത്തിൽ ഇദ്ദേഹത്തെക്കാൾ ഉയരമുള്ള മറ്റൊരാൾ ഈ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പ്ലീസ്. അദ്ദേഹം മറ്റാരുമായിരുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും മിഷൽ ഒബാമയുമായി. അവർക്ക് ഇന്ത്യയെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും ഇവർക്ക് ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ വളരെ മനോഹരമായി ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞു. കാരണം പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും വരുമ്പോൾ അവരെന്തൊക്കെ ചോദ്യങ്ങളാണ്, കാരണം അവരുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ഉപനിഷത്തുകളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഒരിക്കലും ഞാനൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു ചോദ്യങ്ങൾ. കാരണം ചോദ്യങ്ങൾക്ക് ഒരു കാരണം ദാരാ ഷുക്കുവിൻ്റെ ഖബർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാരാ ഷുക്കു ആയിരുന്നു ശരിക്ക് ഷാജഹാൻ ശേഷം ഇന്ത്യൻ ചക്രവർത്തി ആകേണ്ടത്. പക്ഷേ അത് ഔറംഗസേബ് തട്ടിപ്പറിച്ചെടുത്തു. അങ്ങനെ അദ്ദേഹത്തെ കൊന്നു, ദാരാ ഷുക്കുവിനെ കൊന്നു. ഈ ദാരാ ഷുക്കുവിൻ്റെ ഖബറിടം ഇവിടെയാണ്, തലയറ്റ ശരീരം ഇവിടെയാണ് മറവ് ചെയ്തത്. അദ്ദേഹമായിരുന്നു ഇന്ത്യൻ ഉപനിഷത്തുകൾ മുഴുവനും തന്നെ ഇന്ത്യയിലേക്ക് ആദ്യം പേർഷ്യയിലേക്കും പിന്നീട് അത് ലാറ്റിൻ ഭാഷയിലേക്കും പിന്നീട് അത് മറ്റ് ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ധാരാളം ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി. ആ വസുദൈവ കുടുംബകം എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം ചോദ്യങ്ങളുണ്ടായി. നെക്സ്റ്റ് പ്ലീസ്. ഈ കുട്ടികളെ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം കൂടുതൽ സന്തോഷവാനായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഇരിക്കുന്നത് ഏത് രൂപത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈസ് സിറ്റിംഗ് ലൈക്ക് ദാറ്റ്. പക്ഷെ അദ്ദേഹത്തിന് അതിന് മടിയുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അതേപോലുള്ള ഒരു പഴയകാല ജീവിതം ഉണ്ടായിരുന്നു. ആ പഴയകാല ജീവിതം അദ്ദേഹം മറന്നില്ല. നെക്സ്റ്റ് പ്ലീസ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ അവർ പ്രത്യേകം ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിരുന്നു. നെക്സ്റ്റ് പ്ലീസ്. ഈ കുട്ടിയെ ശ്രദ്ധിക്കൂ. ഈ കുട്ടിയായിരുന്നു ഇവരെ സ്വീകരിച്ചിരുന്നത്. വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഒബാമ. ഒരു സ്ലം സ്കൂളിലെ സ്റ്റുഡൻറ്റ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഒബാമ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ ശ്രദ്ധിച്ചു. അവരോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ നെയിം? അവൻ പറഞ്ഞു മൈ നെയിം ഈസ് വിശാൽ. അങ്ങനെ ഇത് 2010 നടക്കുന്നത്. 2015 അദ്ദേഹം രണ്ടാമതും ഇന്ത്യയിൽ വന്നു. അപ്പോഴേക്കും ഞാൻ എൻ്റെ സ്കൂൾ നിന്നുപോയിരുന്നു. അതോടൊപ്പം ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു. ഞാൻ 2012 വിരമിച്ചിരുന്നു. പക്ഷേ 2015 അദ്ദേഹം വരുമ്പോൾ അത് വരുന്നതിൻ്റെ ഒരു 6 ദിവസം മുമ്പ് എനിക്ക് അമേരിക്കൻ എംബസിയിൽ നിന്ന് ഫോൺ വന്നു. പ്രസിഡന്റ് ഓഫ് അമേരിക്ക ഈസ് ലുക്കിംഗ് ഫോർ വിശാൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് അവരെ കുട്ടിയെ കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കോണ്ടാക്ട് ബിക്കോസ് ദേ ഹാവ് നീദർ ദിസ് വൺ മൊബൈൽ നോർ ഇമെയിൽ. പക്ഷേ പിന്നെയും പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അതിനുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ രാംദാസിൻ്റെ ഫോൺ നമ്പർ എനിക്കുണ്ടായിരുന്നു, കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഈ കുട്ടി അന്ന് ഞങ്ങൾ ചെറിയൊരു പുഷ് കൊടുത്ത്, ഇതേപോലെ ധാരാളം കുട്ടികൾ ഞാൻ ചെറിയൊരു പുഷ് കൊടുത്ത്
ഈ കുട്ടികളെല്ലാം തന്നെ നല്ല നിലയിൽ നല്ല സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവൻ സെന്റ് കൊളംബസിലായിരുന്നു പഠിച്ചിരുന്നത്. സെന്റ് കൊളംബസ് എന്ന സ്കൂളിലായിരുന്നു വിശാൽ പഠിക്കാൻ തുടങ്ങിയത്. നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ദിവസം വെൻ കെ മുഹമ്മദ് റിസീവ്ഡ് എ ഫോൺ കോൾ ഫ്രം US Embassy ഓൺ January 19th ഞാൻ അത് കിട്ടിയത്. നെക്സ്റ്റ് പ്ലീസ്. പിന്നെ ഞാൻ ഡൽഹിയിൽ എന്നെ മാതാ സുന്ദരി കോളേജ് അവർ എന്നെ ഒരു ലെക്ചറിന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ പോയ അവസരത്തിൽ ഒരു വലിയ ഗ്യാതറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 400 കുട്ടികൾ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ഇൻസ്പിറേഷണൽ ആളായിക്കൊണ്ട് ഈ വിശാലിനെ ആ കുട്ടികൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു, കോളേജ് സ്റ്റുഡൻ്റായി മാറിക്കഴിഞ്ഞു, പരിചയപ്പെടുത്തി കൊടുത്തു. കാരണം അവിടെ ഇത് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാം കൂടിയിട്ടൊരു നല്ല ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അന്ന് ഈ കുട്ടിയെ മീറ്റ് ചെയ്തതിന് ശേഷം അന്ന് 26 ജനുവരിക്ക് ആയിരുന്നു പ്രധാന പരിപാടി. 27 ഒബാമ, ടാറ്റ, ബിർള പോലുള്ളവരെ കാണുകയായിരുന്നു. അന്ന് അവരെ കാണുന്നതിന് മുമ്പ് ഇദ്ദേഹം ഈ കുട്ടിയെ ആ കൂടി നിന്ന് സിരി ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് കൂടി നിന്ന് എല്ലാ ആളുകൾക്കും പരിചയപ്പെടുത്തുകയും അങ്ങനെ ഞാൻ ഇതേപോലുള്ള കുട്ടികളിലാണ് ഭാരതത്തിൻ്റെ ഭാഗധേയം കാണുന്നത് എന്ന് പറയുകയും ചെയ്തു. നെക്സ്റ്റ് പ്ലീസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഫോട്ടോ ഒന്ന് നോക്കൂ. അദ്ദേഹത്തിന് എങ്ങനെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ. പക്ഷേ അത് മറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇങ്ങനെയുള്ള ഇൻസ്പയറിംഗ് ലീഡേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇൻസ്പയറിംഗ് ലീഡേഴ്സ് ഉണ്ടായാൽ മാത്രം പോരാ, അത് കാര്യങ്ങൾ അതേ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന നല്ല കഴിവുള്ള ഗവൺമെൻറ് ഒഫീഷ്യൽസും ഉണ്ടായിരിക്കണം. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഐ തിങ്ക് ഐ ഹാവ് ടേക്കൻ മച്ച് ഓഫ് യുവർ ടൈം. ഏതാണ്ട് 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. Thank you all. Thank you for giving a very patient hearing. Thank you all. താങ്ക്സ് മുഹമ്മദ് സാർ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അത് കുറെ നല്ല മെസ്സേജ് കിട്ടി. ഒരു 2 ചോദ്യങ്ങൾ എടുക്കാമോ സാർ? ജസ്റ്റ് ഒരു ചോദ്യം വന്നത് അജിത്തിൻ്റെയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് ഇത്രയും ടെമ്പിൾസ് ഇവിടെ വരാൻ കാരണം? എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺസ് ഉണ്ടോ? ഇങ്ങനെ ഒരു വലിയൊരു അത് ഇത് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ചില ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെപ്പോഴും ഒരു നദി ഉണ്ടെങ്കിൽ അതിലൊരു മലയുണ്ടെങ്കിൽ, ഈ നദി ഉണ്ടെങ്കിൽ നദി എവിടെയൊക്കെ റൈറ്റിലേക്ക് വടക്ക് ഭാഗത്തേക്ക് തിരിയുന്നുണ്ടോ, അതായത് ഉത്തരവാഹിനി എന്നാണ് പറയുന്നത്. അതൊരു ഹോളി പ്ലേസ് ആയിരിക്കും നമ്മുടേത്. ഗംഗോത്രി, യമുനോത്രി, ഹരിദ്വാർ, ലക്ഷ്മൺ ചൂല, പ്രയാഗ് ഇതൊക്കെ ഇതിൽ ഉത്തരവാഹിനിയിലേക്കാണ്. അതേപോലുള്ള ഈ മലകൾ ഉത്തരത്തിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥലമാണിത്. അതേപോലെ തന്നെ ട്രേഡ് റൂട്ട്സും ഈ ഭാഗത്തൂടെ പണ്ട് പോയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ. കാരണം ഇത്രയധികം ക്ഷേത്രങ്ങൾ മറ്റ് ഇന്ത്യയിൽ ഒരു ഭാഗത്തും ഇല്ല. അതൊരു സിദ്ധസ്ഥാനമായിരിക്കും. ആ സിദ്ധസ്ഥാനത്തിലാണ് ഒരു ബൗൾ പോലെയാണ്, അവിടെയാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവനും ഉള്ളത്. അതാണ് ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ. പിന്നെ വേറൊരു ചോദ്യം, ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പൊ പ്രതിഷ്ഠാ പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ജസ്റ്റ് ഒരു ആർക്കിയോളജിക്കൽ? ഇല്ല, ഞങ്ങൾക്ക് അതിൽ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഒരു പൂജയുള്ളൂ. കാരണം ഞങ്ങളുടെ നിയമപ്രകാരം ഞങ്ങൾ ഏറ്റെടുക്കുന്ന അവസരത്തിൽ പൂജയോ അർച്ചനയോ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങൾ മാത്രം, ആ പൂജകൾ മാത്രം അനുവദിക്കും. പുതുതായിട്ടൊരു ഇത് പാടില്ല. അങ്ങനെയാണ് കാരണം ഇപ്പം അജന്ത, എല്ലോറ, താജ്മഹൽ അവിടെയൊന്നും ഈ നമസ്കാരമോ അതല്ലെങ്കിൽ പൂജകളോ അനുവദിക്കില്ല. അപ്പം അതേപോലെയാണ് ഇതും. അതിന് ചില കട്ട് ഓഫ് ഇയർ എപ്പോഴും ടേക്കിംഗ് ഇയർ ആയിരിക്കും. അന്നാണ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. അന്ന് പൂജയുണ്ട്, ആ പൂജ മാത്രം അനുവദിക്കും, അല്ലാത്തതൊന്നും അനുവദിക്കില്ല. ഓക്കെ. ഈ പ്രോജക്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് സാർ പറഞ്ഞത്, ഏകദേശം നിന്നിരിക്കുകയാണ്. പിന്നെ ഗവൺമെന്റ് ഫണ്ടിങ് ഇല്ല, പിന്നെ ഇൻഫോസിസ് ഫൗണ്ടേഷൻ ശ്രമിച്ചു. എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ്? ഇപ്പം വീണ്ടും ഫണ്ടിന് വേണ്ടിയുള്ള ഇല്ല. ഇപ്പം കോവിഡ് വന്നതുകൊണ്ട് ഇനിയും അതൊരു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഈ ഫൗണ്ടേഷനിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ
എത്ര പെർസെന്റേജ് വർക്ക് ബാക്കിയുണ്ടാവും? എത്ര പെർസെന്റേജ് റിക്കവർ ചെയ്ത് എത്ര ബാക്കിയുണ്ടാവും? ഇതിപ്പോ 200 ക്ഷേത്രങ്ങളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 80 ക്ഷേത്രങ്ങൾ ഓൾറെഡി പിന്നെ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അതായത് 120 ക്ഷേത്രങ്ങൾ ബാക്കിയുണ്ട്. ഓക്കെ. ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് വേറെ എവിടെയെങ്കിലും നടന്നായിട്ട് അറിയാമോ സാർ? ഇന്ത്യയിൽ ഇതുപോലത്തെ എന്തെങ്കിലും? ഇത്ര വലിയൊരു പ്രൊജക്ട് ഇന്ത്യയിൽ എവിടെയും നടന്നിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ. ഇതൊരു പ്രൊജക്റ്റ് ഒന്നും അല്ല. ഇതിപ്പോ ഞാൻ 25 ലക്ഷം എന്ന് കൂടിയിട്ട് ആക്കി എടുത്തുകൊണ്ടുവന്നാണ്. അത് നമ്മള് പിന്നെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് ആരും എടുക്കില്ല. ഒന്ന് അങ്ങോട്ട് പോവുകയില്ല. എന്തിന് ഒരു ഇത്ര പിന്നെ സാഹസപ്പെട്ട് പോകണമെന്നുള്ളതാണ്. 2, ഇത് എന്ത് ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരുപടി വർക്കുണ്ട്. അപ്പം അതിനൊന്നുള്ള ഫണ്ടിങ് ഒരു ഗവൺമെന്റ് കൊടുക്കില്ല. BJP പറയുന്നുണ്ടെങ്കിൽ BJP ഒന്നും കൊടുക്കില്ല. അപ്പൊ അതാണ് സാർ ക്ലാരിഫിക്കേഷൻ ആവശ്യം. മേ ബി മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ASAയുടെ ഒരു ഒഫീഷ്യൽ പ്രോജക്റ്റ് അല്ല, സാറ് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തെന്നാണ് സാർ സൂചിപ്പിച്ചത്? അതോ? അങ്ങനെ പറഞ്ഞാലും ശരിയായിരിക്കില്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നതുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്തിരുന്നില്ലെങ്കിൽ നടക്കില്ല. ഒഫീഷ്യലാണ്. പക്ഷെ അത് ഈ പണം എനിക്ക് വേറെ എങ്ങോട്ടും മാറ്റാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന് പകരം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അത് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ചിലപ്പോൾ പിന്നെ ഇത് പിന്നെ എന്റെ ഫൈനാൻഷ്യൽ പവർ അന്ന് 25 lakhs ആയിരുന്നു. അപ്പൊ ആ 25 lakhs ഉള്ളത് കൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് ചിലപ്പം എസ്റ്റിമേറ്റഡ് സ്പ്ലിറ്റ് ചെയ്യും. ഒരു 25 lakh ഇവിടെ ഉണ്ടോ, ഒരു 25 lakh ഇവിടെയും ചെയ്യും. അത് വേണമെങ്കിൽ ആർക്കും ഒബ്ജക്ട് ചെയ്യാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. പിന്നെ ഫൈനാൻഷ്യൽ റൂൾസിന് എതിരാണെന്നൊക്കെ പറയും. പക്ഷെ അതിനൊക്കെ കുറച്ച് സാഹസികത വേണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ഓക്കെ സാർ, ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന പലരും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റ് ASAയുടെ അല്ലെങ്കിൽ സെൻട്രൽ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടി എല്ലാവരുടെയും ഒരു എളിയ ശ്രമം നടത്താം എന്ന് സാറിനോട് ഇപ്പം വാഗ്ദാനം ചെയ്യാണ്. പല രീതിയിലും ഇതെങ്ങനെ വിടാൻ പറ്റില്ല സാർ. ഇത് ആ 200 ക്ഷേത്രങ്ങളും അതിന്റെ പ്രതാപത്തോടുകൂടി പുനർനിർമ്മിച്ച് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വളരെ നല്ലത്. ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തന്നെ പല ആളുകളെയും എല്ലാ ആളുകൾക്കും അറിയാം. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ്. എസ്പെഷ്യലി BJP കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇവര് ക്ഷേത്രത്തിന്റെ ഇതും പറഞ്ഞ് നടക്കും. പക്ഷെ അതേ അവസരത്തിൽ ഇവർ അധികാരത്തിൽ വന്നാൽ അതിന് തീരെ എതിരായിട്ടുള്ളതായിരുന്നു വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ആണെങ്കിൽ ഇത്ര അധികം ഒരു പക്ഷേ പിന്നെ എതിർത്ത് പറയില്ല. പക്ഷെ അവര് ഒരിക്കലും നിർത്തിയില്ല. കോൺഗ്രസ് ഒരിക്കലും പിന്നെ വർക്ക് നിർത്തില്ല. ഇന്ന് ASI കംപ്ലീറ്റ് തകർന്നു പോയി. ഇവരെ പിന്നെ സ്ട്രക്ചർ തന്നെ ഇവരെ മാറ്റിക്കളഞ്ഞു. ഓക്കെ സാർ, ഏകദേശം 2 മണിക്കൂർ ഞങ്ങളുടെ കൂടെ നിന്നു. അത് വളരെ അധികം സന്തോഷം. ഏകദേശം 35ഓളം പേര് ഞങ്ങളുടെ ക്ലോസ് ഗ്രൂപ്പിൽ ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവായിട്ട്. പലരും ചോദ്യങ്ങൾ ചോദിച്ചു ആക്റ്റീവായിട്ട്. അത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പബ്ലിഷ് ചെയ്യും. സാറിന് എൻ്റെ ലിങ്ക് അയച്ചു തരാം സാർ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.